Okay, good evening students. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നിങ്ങളുടെ പ്ലസ് ടുവിലുള്ള പി ബ്ലോക്ക് ആണ്, ഗ്രൂപ്പ് 15 ടു ഗ്രൂപ്പ് 18. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഗ്രൂപ്പ് 13 ആൻഡ് 14. അപ്പോൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഗ്രൂപ്പ് 15 ടു ഗ്രൂപ്പ് 18 എലമെൻറ്റ്സ് ആണ്. പി ബ്ലോക്കിൽ വരുന്ന സെക്കൻഡ് പാർട്ട്, പ്ലസ് ടുവിൽ വരുന്ന ചാപ്റ്ററാണ്, ഇനോർഗാനിക്കിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഇതിലെ JEE മെയിൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓഡിയോ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിടുക. ഓഡിയോ വീഡിയോ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിടുക. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓക്സോ ആസിഡ് ഓഫ് ഫോസ്ഫറസ്, ഓക്കെ ദീപ് ക്ലിയർ ആണ്, ഓക്കെ ഓക്കെ, വിച്ച് ഓക്സോ ആസിഡ് ഓഫ് ഫോസ്ഫറസ് ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസൻറ്റ് ഇൻ കെമിക്കൽ ഫോർമുല. അപ്പോൾ 4 ഫോസ്ഫറസ് ആസിഡുകൾ തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻ. അതിലേതിലാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആറ്റംസ് ഉള്ളത്? പി ബ്ലോക്കിലുള്ള ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ ആണത്. നിങ്ങളുടെ NCERTയിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ 4 ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന 4 കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല അറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. JEE മെയിൻ്റെ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അതിൽ ആദ്യത്തെ പൈറോഫോസ്ഫറസ് ആസിഡ്. പൈറോഫോസ്ഫറസ് ആസിഡ് മോളിക്കുലർ ഫോർമുല H4P2O5. 4 ഹൈഡ്രജനും 2 ഫോസ്ഫറസും 5 ഓക്സിജനുമാണ് പൈറോഫോസ്ഫറസ് ആസിഡിലുള്ള. ആൻഡ് സെക്കൻഡ് വൺ ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ്. ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ് ഫോർമുല H4P2O6. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഫോസ്ഫോറിക് ആസിഡ്. നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന ഫോസ്ഫോറിക് ആസിഡ് ഫോർമുല H3PO4 അല്ലേ. ദെൻ പൈറോഫോസ്ഫോറിക് ആസിഡ്. പൈറോഫോസ്ഫോറിക് ആസിഡ് ഫോർമുല H4P2O7. ഡയറക്റ്റ് NCERTയിൽ കിടക്കുന്നതാണ് മോളിക്കുലർ ഫോർമുല ഓഫ് ഫോസ്ഫറസ് ആസിഡ്സ്. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആറ്റംസ് ഉള്ളത്? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആറ്റംസ് ഏതിലാണ്? H4P2O7 7 ഓക്സിജൻ ആറ്റം. ദാറ്റ് ഈസ് കറക്റ്റ് ആൻസർ ഇസ് പൈറോഫോസ്ഫോറിക് ആസിഡ്. 7 ഓക്സിജൻ ആറ്റംസ് ആണ് പൈറോഫോസ്ഫോറിക് ആസിഡിലുള്ളത്. ഓക്കെ ഓക്കെ സഹൽ, കറക്റ്റ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻഡ് അഗെയിൻ JEE മെയിൻ ക്വസ്റ്റ്യൻ ആണ്, ആൻഡ് ഡയറക്റ്റ് NCERTയിലുള്ള ഒരു റിയാക്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വൈറ്റ് ഫോസ്ഫറസ് റിയാക്ട്സ് വിത്ത് തയനൈൽ ക്ലോറൈഡ്. തയനൈൽ ക്ലോറൈഡ് ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? ഹാലോ ആൽക്കൈൻസിൽ പഠിച്ചിട്ടുണ്ടാവും. പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കൈൻസ് ഫ്രം ആൽക്കഹോൾ. ഓക്കെ, ദെൻ തയനൈൽ ക്ലോറൈഡ് നിങ്ങൾ പഠിക്കുന്നത് പി ബ്ലോക്കിൽ വൈറ്റ് ഫോസ്ഫറസിൻ്റെ റിയാക്ഷനിലാണ്. ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ ആണ്. എന്താണ് വൈറ്റ് ഫോസ്ഫറസ് തയനൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്ട്സ്? തയനൈൽ ക്ലോറൈഡ് ഫോർമുല SOCl2 ആൻഡ് വൈറ്റ് ഫോസ്ഫറസ് P4. വൈറ്റ് ഫോസ്ഫറസും തയനൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടുന്ന ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ്, ഫസ്റ്റ് കോമ്പൗണ്ട് PCl3. ആൻഡ് സെക്കൻഡ് കോമ്പൗണ്ട് ഇസ് സൾഫർ ഡയോക്സൈഡ്. ആൻഡ് ദ തേർഡ് കോമ്പൗണ്ട് ഡൈസൾഫർ ഡൈക്ലോറൈഡ്. ഡൈസൾഫർ ഡൈക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ഇതിൽ 2 സൾഫർ ആൻഡ് 2 ക്ലോറൈൻ. അപ്പോൾ ഏതാണ് പ്രോഡക്റ്റ്? PCl3, SO2 ആൻഡ് S2Cl2. അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ അല്ല, ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ. യെസ്, സെക്കൻഡ് ഓപ്ഷൻ PCl3, SO2, S2Cl2. ഓക്കെ ആണോ? പി ബ്ലോക്ക് വൈറ്റ് ഫോസ്ഫറസ് തയനൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് കിട്ടും. സെക്കൻഡ് വൺ സൾഫർ ഡയോക്സൈഡ് കിട്ടും. ആൻഡ് തേർഡ് കോമ്പൗണ്ട് ഡൈസൾഫർ ഡൈക്ലോറൈഡ്, ദാറ്റ് ഈസ് S2Cl2. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോൺസെൻട്രേറ്റഡ് HNO3 റിയാക്ട്സ് വിത്ത് അയഡിൻ. കോൺസെൻട്രേറ്റഡ് HNO3 നൈട്രിക് ആസിഡ് അയഡിനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? HNO3 അയഡിനുമായിട്ട് റിയാക്ട് ചെയ്യണം. ഓക്കെ, ഈ HNO3ക്ക് ഒരു പ്രത്യേകതയുണ്ട്. HNO3
നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് ഇസ് എ പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്. പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഈ പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്താ ചെയ്യുക? നോൺ മെറ്റൽസിനെയും അതിൻ്റെ കോമ്പൗണ്ട്സിനെയും, അതായത് നോൺ മെറ്റൽസിനെയും അതിൻ്റെ കോമ്പൗണ്ട്സിനെയും വളരെ ഈസി ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. വളരെ ഈസിലി ഓക്സിഡൈസ് ചെയ്യും. ഓക്കെ, HNO3 is a powerful oxidizing agent and non-metals and their compoundsനെ ഓക്സിഡൈസ് ചെയ്യും. ഇവിടെ HNO3 റിയാക്ട് ചെയ്യുമ്പോൾ സെയിം ഫിനോമിനൻ ആണ് അവിടെ സംഭവിക്കുക. HNO3 അയഡിനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയഡിനെ HNO3 അയോഡിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. അയോഡിക് ആസിഡ് മോളിക്കുലാർ ഫോർമുല HiO3. ഓക്കെ, അപ്പോൾ അയഡിനെ എന്തായിട്ട് ഓക്സിഡൈസ് ചെയ്യും? അയോഡിക് ആസിഡായിട്ട് ഓക്സിഡൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ HNO3 അയഡിനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയഡിൻ എന്തായിട്ട് മാറും? HiO3, ദാറ്റ് ഈസ് അയോഡിക് ആസിഡ്. ദെൻ വരുന്ന ബൈ പ്രോഡക്ട്സ്, നെക്സ്റ്റ് വൺ ഈസ് നൈട്രജൻ ഡയോക്സൈഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് വാട്ടർ മോളിക്യൂൾ. ഡയറക്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന റിയാക്ഷനാണ്. ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് നോക്കണ്ട എന്ന് പറയുന്ന റിയാക്ഷനാണ്. പക്ഷേ JEE മെയിനൊക്കെ നിങ്ങളെ പി ബ്ലോക്കിലുള്ള എല്ലാ റിയാക്ഷൻസും, മോർ ദാൻ 500 റിയാക്ഷൻസ് ഉണ്ട്. എല്ലാ റിയാക്ഷൻസും പഠിച്ചേ പറ്റൂ. അത് എത്ര നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കുക. കാരണം അതിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അത് ഇക്വേഷൻ അറിയാമെങ്കിൽ സിമ്പിളായിട്ട് 4 മാർക്സ് 4 മാർക്ക് കിട്ടുകയാണ്. വെറുതെ റിയാക്ഷൻ അറിഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് വരും? HNO3 അയഡിനുമായിട്ട് റിയാക്ട് ചെയ്താൽ അയഡിൻ എന്തായിട്ട് മാറ്റും? അയോഡിക് ആസിഡായിട്ട് ഓക്സിഡൈസ് ചെയ്യും, അതായത് HiO3. ബൈ പ്രോഡക്റ്റ് ആയിട്ട് നൈട്രജൻ ഡയോക്സൈഡും വാട്ടറും ഫോം ചെയ്യും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ അല്ല, സെക്കൻഡ് ഓപ്ഷൻ അല്ല, തേർഡ് ഓപ്ഷൻ യെസ്, HiO3, നൈട്രജൻ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. ഇവിടെ ഓക്സിഡൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ അയഡിൻ സ്റ്റേബിൾ സ്റ്റേറ്റിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആൻഡ് ഓക്സിജൻ -2 ഹൈഡ്രജൻ +1. ഓക്കെ, അപ്പോൾ അയഡിൻ എത്ര വരും? +5 വരും. അയഡിൻ 0യിൽ നിന്ന് എന്തായിട്ട് മാറി? +5 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറി. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. ഓക്കെ, ഓക്സിഡൈസ് ചെയ്തില്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ HiO3, അയോഡിക് ആസിഡ്, നൈട്രജൻ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. ഓക്കെ, യെസ്. അപ്പോൾ നെക്സ്റ്റ് വൺ, ഡൈനൈട്രജൻ ആൻഡ് ഡൈഓക്സിജൻ, അതായത് നൈട്രജനും ഓക്സിജനും. ഓക്കെ, ദ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് എയർ. യെസ്, എയറിലുള്ള മെയിൻ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് നൈട്രജനും ഓക്സിജനുമാണ്. Do not react with each other in atmosphere to form oxides of nitrogen because അത് ശരിയാണല്ലോ. നൈട്രജനും ഓക്സിജനും എയറിൽ ഒരുപാടുണ്ട്. പക്ഷേ ഈ നൈട്രജനും ഓക്സിജനും റിയാക്ട് ചെയ്ത് എന്തുകൊണ്ട് ഓക്സൈഡ് ഫോം ചെയ്യുന്നില്ല? അത് വളരെ വലിയൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാക്കയൊക്കെ എവിടെ പോയി ചാവുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. നൈട്രജനും ഓക്സിജനും എയറിൽ ഒരുപാടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നൈട്രജനും ഓക്സിജനും റിയാക്ട് ചെയ്ത് ഓക്സൈഡ് ഫോം ചെയ്യുന്നില്ല? ഇവിടെ ഓക്സൈഡ് ഫോം ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം ഇതിൻ്റെ ബോണ്ടിങ്ങിൽ തന്നെയുണ്ട്. നൈട്രജനിൽ 2 നൈട്രജൻസ് തമ്മിൽ ട്രിപ്പിൾ ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അവിടെ ബോണ്ട് എൻതാൽപ്പി വളരെ വളരെ കൂടുതലായിരിക്കും. ബോണ്ട് വളരെ വളരെ സ്ട്രോങ് ആയിരിക്കും. ദെൻ ഓക്സിജനിലാണെങ്കിൽ ഓക്സിജൻ ഡബിൾ ബോണ്ടാണ്. ബട്ട് നൈട്രജൻ്റെ കേസാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ എടുക്കേണ്ടി വരിക. നൈട്രജൻ ട്രിപ്പിൾ ബോണ്ടായിട്ട് വളരെ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇവിടെ നൈട്രജനും ഓക്സിജനും റിയാക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നൈട്രജൻ്റെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ അവിടെ നൈട്രജൻ ഓക്സൈഡ്സ് ഫോം ചെയ്യുള്ളൂ. NXOY, XY നമ്പർ ഓഫ് ആറ്റംസ്. ഇത് ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ഓൾമോസ്റ്റ് 2000 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും വേണം അവിടെ റിയാക്ട് ചെയ്യും. അത്രയും ടെമ്പറേച്ചർ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ടോ? നോർമൽ അറ്റ്മോസ്ഫിയറിലുണ്ടോ? എർത്ത് സർഫസിലുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഓക്സൈഡ് ഫോം ചെയ്യാത്തത്. ക്ലിയർ? അപ്പോൾ ഇത്രയും ടെമ്പറേച്ചർ ആവശ്യമാണ്. ഇത്രയും ടെമ്പറേച്ചർ എന്തുവാണ്? സറൗണ്ടിങ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ റിയാക്ഷൻ എന്തായിരിക്കും?
എനർജി സറൗണ്ടിങ്സിൽ നിന്ന് അബ്സോർബ് ചെയ്ത് നടക്കുന്ന റിയാക്ഷൻ അല്ലെങ്കിൽ എനർജി സറൗണ്ടിങ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത് എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ? സറൗണ്ടിങ്സിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്യുന്നത് എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ? പറയാമോ? തെർമോഡൈനാമിക്സ് കോൺസെപ്റ്റ് ആണ്. ഓൾമോസ്റ്റ് 2000 ഡിഗ്രി സെൽഷ്യസ് വേണം ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കറസ്പോണ്ടിങ് ഓക്സൈഡ് ആവാൻ. ആൻഡ് ഇത്രയും ടെമ്പറേച്ചർ വേണ്ടി വരുന്നതുകൊണ്ട് അവിടെ ഹീറ്റ് അബ്സോർപ്ഷൻ ആണ് നടക്കുക. ദാറ്റ് ഈസ് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. എൻഡോതെർമിക് റിയാക്ഷൻ. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു ഓപ്ഷൻസ് നോക്കാം. നൈട്രജൻ ഇസ് അൺറിയാക്റ്റീവ് ഇൻ ദ കണ്ടീഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും കറക്റ്റാണ്. പക്ഷേ നമുക്ക് വേണ്ടത് എന്താണ്? ഏറ്റവും കറക്റ്റ് ആൻസർ അതാണ് നമുക്ക് വേണ്ടത്. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആർ അൺസ്റ്റേബിൾ എന്ന് പറയാൻ പറ്റില്ല. റിയാക്ഷൻ ബിറ്റ്വീൻ ദം ക്യാൻ ഒക്കർ ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് വേണമെന്നില്ല. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ മതി. ആ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക, അത് നമുക്ക് ഒഴിവാക്കാം. The reaction is endothermic and require very high temperature. അപ്പോൾ ഓപ്ഷൻ എയും ഡിയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഏറ്റവും കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിനോമിനൻ ഉള്ളത് കൊണ്ടാണ് വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതെന്താണാവുക? ഈ ഒരു ഫിനോമിനൻ നൈട്രജനും ഓക്സിജനും ഉള്ള കാരണമാണ് നമ്മുടെ ഈ വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് തോന്നുന്നുണ്ടാവും. അതിൻ്റെ കാരണം ഇപ്പം നൈട്രജനും ഓക്സിജനും റിയാക്ട് ചെയ്ത് ഇനീഷ്യലി നൈട്രജൻ മോണോക്സൈഡ് ഫോം ചെയ്യുന്നു. ദെൻ അഗെയിൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ നൈട്രജൻ ഡയോക്സൈഡ് ഫോം ചെയ്യും. ഇപ്പോൾ എർത്ത് സർഫസിൽ നൈട്രജൻ ഡയോക്സൈഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എർത്ത് സർഫസിലുള്ള പ്ലാന്റ്സിൻ്റെ ലീവ്സിനെ അത് ഡാമേജ് ചെയ്യും. പ്ലാന്റ്സ് ഒന്നും തന്നെ ഇവിടെ ഇല്ലാത്തൊരവസ്ഥ വരും. വളരെയധികം ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസാണ് നൈട്രജൻ ഡയോക്സൈഡ്. പ്ലാന്റ്സിനെ മൊത്തം ഇല്ലായ്മ ചെയ്യും. അങ്ങനെ ഇല്ലായ്മ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? എർത്ത് സർഫസിലൊന്നും പ്ലാന്റ്സേ ഉണ്ടാവില്ല. ക്ലിയർ ആണോ? അപ്പോൾ എർത്ത് സർഫസിൽ ഇതൊന്നും ഫോം ചെയ്യാനുള്ള ഒരു സാധ്യത കുറവാണ്. ഏറ്റവും മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫിനോമിന ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ പ്ലാന്റ്സ് ഒന്നും ഉണ്ടാവില്ല. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആനിമൽസ് പോലും ഇവിടെ ഉണ്ടാവത്തില്ല. ക്ലിയർ ആണോ? ഓക്കെ ആണോ? Okay, endothermic cycle. Okay, correct. And again, ഈ സെയിം ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഡൈനൈട്രജൻ ഇസ് എ റോബസ്റ്റ് കോമ്പൗണ്ട് ബട്ട് റിയാക്ട്സ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് ഫോം ഓക്സൈഡ്സ്. അതിപ്പോൾ തന്നെ പറഞ്ഞേ ഉള്ളൂ എന്തുകൊണ്ട് എർത്ത് സർഫസിൽ ഫോം ചെയ്യുന്നില്ല. ദ ഓക്സൈഡ് ഓഫ് നൈട്രജൻ ദാറ്റ് ക്യാൻ ഡാമേജ് പ്ലാന്റ് ലീവ്സ് ആൻഡ് റിട്ടാർഡ് ഫോട്ടോസിന്തസിസ്. ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞ അതേ കോൺസെപ്റ്റാണ്. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ? ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നൈട്രജൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ഇപ്പോൾ നൈട്രജൻ്റെ ഒരു പർട്ടിക്കുലർ ഓക്സൈഡ് പ്ലാന്റ്സിനെ ഡാമേജ് ചെയ്യും, പ്ലാന്റ് ലീവ്സിനെ ഡാമേജ് ചെയ്യും, ഫോട്ടോസിന്തസിസിനെ റിട്ടാർഡ് ചെയ്യും. ഏതാണ്? ഇപ്പോൾ തന്നെ പറഞ്ഞതാണ്. ഏതാ? ദാറ്റ് ഈസ് നൈട്രജൻ ഡയോക്സൈഡ്, NO2. യെസ്. And next one, the most stable trihalide of nitrogen is. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ട്രൈഹാലൈഡ് ഏതാണ്? ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും നൈട്രജൻ ഹാലജൻ സിംഗിൾ ബോണ്ട് ഉണ്ടാവും, ഒരു ലോൺ പെയർ ഉണ്ടാവും. നൈട്രജൻ ഹാലജൻ സിംഗിൾ ബോണ്ട് ലോൺ പെയർ, നൈട്രജൻ ഹാലജൻ സിംഗിൾ ബോണ്ട് ലോൺ പെയർ, നൈട്രജൻ ഹാലജൻ സിംഗിൾ ബോണ്ട് ലോൺ പെയർ. കാരണം നൈട്രജനിൽ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണുള്ളത്. 3 ഹാലജനായിട്ട് ബോണ്ട് ചെയ്തു, ബാക്കി 2 അൺബോണ്ടഡ് ആയിട്ട് കിടക്കും. അപ്പോൾ ഒരു ലോൺ പെയർ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റി വരുന്നത് നൈട്രജൻ ഹാലജൻ ബോണ്ട് സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ദിസ് ബോണ്ട് എൻതാൽപ്പി, ആൻഡ് ദിസ് ബോണ്ട് എൻതാൽപ്പി ഡിപ്പെൻഡ്സ് ഓൺ the bond length, that is inversely proportional to bond length. ബോണ്ട് ലെങ്ത് കുറഞ്ഞാൽ അവിടെ എൻതാൽപ്പി കൂടുതലായിരിക്കും, ആ മോളിക്യൂൾ വളരെ വളരെ സ്ട്രോങ് ആയിരിക്കും. ഏതായിരിക്കും ആൻസർ? വിച്ച് വൺ ഇസ് ദ കറക്റ്റ് ആൻസർ? NF3 ആണോ സ്റ്റേബിൾ, NCl3 ആണോ, NBr3 ആണോ, NI3 ആണോ?
ബോണ്ട് ലെങ്ത് കുറവാണെങ്കിൽ ബോണ്ട് എൻതാൽപ്പി അവിടെ വളരെ കൂടുതലായിരിക്കും. മോളിക്യൂൾ വിൽ ബി മോർ സ്റ്റേബിൾ. ഏതായിരിക്കും? ഫ്ലൂറിനാണോ, ക്ലോറിനാണോ, ബ്രോമിനാണോ, അയഡിനാണോ ഏറ്റവും കുറവ് ബോണ്ട് ലെങ്ത് വരിക? ഏതായിരിക്കും വരിക? ദാറ്റ് വിൽ ബി NF3. അപ്പോൾ NF3 ആയിരിക്കും മോർ സ്റ്റേബിൾ ട്രൈ ഹാലൈഡ് ബിക്കോസ് ബോണ്ട് ലെങ്ത് ഏറ്റവും കുറവ് നൈട്രജൻ ഫ്ലൂറിൻ ബോണ്ടിനായിരിക്കും. യെസ്, അതി. ഓക്കെ, നെക്സ്റ്റ് വൺ. PCl5 is well known but NCl5 is not because PCl5 ഫോം ചെയ്യുന്നു, നമ്മളത് പഠിച്ചിട്ടുണ്ട്. ബട്ട് NCl5 അങ്ങനെ ഫോം ചെയ്യുന്നു നമ്മൾ പഠിച്ചിട്ടില്ല. കാരണം എന്താണ്? Nitrogen is less reactive than phosphorus. Nitrogen doesn't have these orbitals in its valence shell. Catenation tendency is weaker in nitrogen than phosphorus. Size of phosphorus is larger than nitrogen. എന്തുകൊണ്ടാണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ PCl5 ആൻഡ് NCl5 സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് PCl5ൽ ഏതാണ്? ഫോസ്ഫറസ്. NCl5ലാണെങ്കിൽ സെൻട്രൽ ആറ്റം നൈട്രജൻ. ഫോസ്ഫറസ് അറ്റോമിക് നമ്പർ 15 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോൾ 1s2 2s2 2p6. ഫസ്റ്റ് ഷെല്ല് കഴിഞ്ഞു. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ. ദെൻ തേർഡ് ഷെല്ലിലേക്ക് പോയാൽ എത്ര ഇലക്ട്രോൺസ് ഇനി ബാക്കി? 6 + 2 8 + 2 10, ബാക്കി 5 ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ 3sൽ 2 ഇലക്ട്രോൺ. ദെൻ 3pയിൽ എത്ര വരും? 3 ഇലക്ട്രോൺ. ഓക്കെ, ഫസ്റ്റ് ഷെല്ലിൽ S സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ. എത്രയാണോ ഷെൽ നമ്പർ അത്രയും സബ് ഷെൽസ് ആണ് ഉണ്ടാവും. ഫസ്റ്റ് ഷെല്ലിൽ ഷെൽ നമ്പർ 1 ഒരു സബ് ഷെൽ, സെക്കൻഡ് ഷെല്ലിൽ ഷെൽ നമ്പർ 2 2 സബ് ഷെൽ, എസും ഉണ്ടാവും പിയും ഉണ്ടാവും. തേർഡ് ഷെല്ലിൽ അപ്പോൾ എത്ര സബ് ഷെൽസ് ഉണ്ടാവും? 3 സബ് ഷെൽസ്, എസും ഉണ്ടാവും പിയും ഉണ്ടാവും ഡിയും ഉണ്ടാവും. ഇവിടെ ഡി ഓർബിറ്റൽ ഉണ്ടെങ്കിലും ഡി ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഇല്ല, 0 ആണ്. ദാറ്റ് ഈസ് എംപ്റ്റി ആണ്. ഏത്? ഫോസ്ഫറസിൻ്റെ കേസിൽ. ഓക്കെ, ദെൻ NCl5ൽ എന്താണ് അപ്പോൾ പ്രത്യേകത? NCl5ൽ നൈട്രജനാണ് സെൻട്രൽ ആറ്റം. നൈട്രജൻ അറ്റോമിക് നമ്പർ 7 ആണ്. 7 വരുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ ബാക്കി എത്ര നമ്പറാണ്? 5 എണ്ണം വരണം. ഇപ്പോൾ 2s2 2p5. സെക്കൻഡ് ഷെല്ലിൽ എത്ര സബ് ഷെല്ല് വരും? 2 സബ് ഷെൽ. അപ്പോൾ എസിലും പിയും കഴിഞ്ഞു കഴിഞ്ഞാൽ 2 7 9 5 അല്ലല്ലോ വരിക. Z is 7 2s2 2p 3 ആണ് വരിക, നോട്ട് 5. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, സെക്കൻഡ് ഷെല്ലിൽ എസും പിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ എംപ്റ്റി ഓർബിറ്റൽ 3D വരുന്നു ഫോസ്ഫറസിൽ. ആൻഡ് നൈട്രജനിലാണെങ്കിലോ വേറെ എംപ്റ്റി ഓർബിറ്റൽ ഒന്നും തന്നെ ഇല്ല. ഇതുകൊണ്ട് എന്താണ് പ്രത്യേകത? ഇതുകൊണ്ടുള്ള പ്രത്യേകത PCl5ന് 5 ക്ലോറിൻ ആറ്റംസ് ബോണ്ട് ചെയ്യാൻ വരും. ഓക്കെ, NCl5 ആണെങ്കിലോ അവിടെ 5 ക്ലോറിൻ ആറ്റംസ് ബോണ്ട് ചെയ്യും. അപ്പോൾ ക്ലോറിൻ ആറ്റംസിൻ്റെ നമ്പർ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആറ്റംസിൻ്റെ നമ്പർ കൂടുമ്പോൾ സെൻട്രൽ ആറ്റത്തിൻ്റെ വാലൻസി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഒക്ടക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെൻട്രൽ ആറ്റത്തിൻ്റെ ഒക്ടക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ സെൻട്രൽ ആറ്റത്തിൽ എംപ്റ്റി ഓർബിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റൂ. ഫോസ്ഫറസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഫോസ്ഫറസിൽ 3 ക്ലോറിൻ ബോണ്ട് ചെയ്യാം, കുഴപ്പമില്ല. 5 ക്ലോറിൻ ബോണ്ട് ചെയ്യാൻ കുഴപ്പമില്ല. കാരണം 5 പേര് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡി ഓർബിറ്റൽ എംപ്റ്റി ആണ്. അപ്പോൾ അവിടെ ഒക്ടക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 5 ക്ലോറിനെ വളരെ ഈസി ആയിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ NCl5 NCl3 നമുക്ക് കുഴപ്പമില്ല, 3 ക്ലോറിനെ ബോണ്ട് ചെയ്താൽ മതി. പക്ഷേ NCl5 വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം?
ഇവിടെ ഒക്ടറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം എം ടി ഓർബിറ്റൽ ഒന്നും തന്നെ ഇതിലില്ല, നൈട്രജൻ്റെ ഷെല്ലിലില്ല. കാരണം നൈട്രജനിൽ രണ്ട് ഷെല്ലേ ഉള്ളൂ, അത് എസും പിയും മാത്രമേ ഉള്ളൂ, വേറെ എം ടി ഓർബിറ്റലൊന്നുമില്ല. അപ്പോൾ ആ എം ടി ഓർബിറ്റൽ ഏതാണ്? അപ്പോൾ എം ടി ഓർബിറ്റൽ ഉണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഫോസ്ഫറസിലുള്ള ഏത് എം ടി ഓർബിറ്റലാണ്? ഏതാണ്? ഡി ഓർബിറ്റൽ. അപ്പോൾ ഡി ഓർബിറ്റൽ എം ടി ആയതുകൊണ്ടാണ് ഫോസ്ഫറസിൻ്റെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഹാലജൻ ആറ്റംസിനെ ബോണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നൈട്രജൻ്റെ കേസ് എടുത്താൽ രണ്ട് ഷെല്ലേ ഉള്ളൂ, എസും പിയും മാത്രമേ വരുന്നുള്ളൂ സെക്കൻഡ് ഷെല്ലിൽ. എം ടി ഓർബിറ്റലില്ല, ഒക്ടറ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് NCl5 എന്ന് പറയുന്നത് നോട്ട് പോസിബിൾ ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? നൈട്രജൻ ഇസ് ലെസ് റിയാക്റ്റീവ് ദാൻ ഫോസ്ഫറസ്. Nitrogen doesn't have d orbitals in its valence shell. Yes, d orbital ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒക്ടറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൂടുതൽ ആറ്റംസിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ക്ലിയർ. Then catenation tendency is weaker in nitrogen than in phosphorus. കാറ്റിനേഷൻ്റെ കേസ് ഇവിടെ വരുന്നേ ഇല്ല. കാറ്റിനേഷൻ എന്ന് പറയുന്ന ഒരാറ്റം അതിനോട് തന്നെ ബോണ്ട് ചെയ്യുന്ന ടെൻഡൻസി. ഇവിടെ നൈട്രജനും ഫോസ്ഫറസും ഹാലജനുമായിട്ടാണ് ബോണ്ട് ചെയ്യുന്നത്, സെയിം ആറ്റത്തിനോടല്ല. ദെൻ സൈസ് ഓഫ് ഫോസ്ഫറസ് ഇസ് ലാർജർ ദാൻ നൈട്രജൻ. സൈസ് വെച്ചിട്ടല്ല ഇവിടെ ബോണ്ടിങ്ങിൻ്റെ കോൺസെപ്റ്റ് പറയുന്നത്. ഒക്ടറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എം ടി ഡി ഓർബിറ്റൽ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, നൈട്രജൻ doesn't have d orbital in its valence shell. Okay. The next one, the number of bridged oxygen atoms present in compound B formed from the following reaction. ഇവിടെ തന്നിരിക്കുന്നത് PbNO3 twice, ലെഡ് നൈട്രേറ്റ് ആണ്. അവിടെ ലെഡ് ഓക്സൈഡ് ഉണ്ടാവും, ഡയോക്സിജൻ ഉണ്ടാവും. മൂന്നാമത്തെ കോമ്പൗണ്ട് അത് എ ആണ്. അതേതാണ്? ദാറ്റ് വിൽ ബി നൈട്രജൻ ഡയോക്സൈഡ്. അപ്പോൾ കോമ്പൗണ്ട് എ എന്ന് പറയുന്നത് നൈട്രജൻ ഡയോക്സൈഡ് ആണ്. ഇനി സെക്കൻഡ് നോക്കി, എ ഡൈമറൈസ് ബി, നൈട്രജൻ ഡയോക്സൈഡ് ഡൈമറൈസ് ചെയ്താൽ, അതായത് 2 times NO2 വന്നു കഴിഞ്ഞാൽ എന്തു വരും പറയാം? ഡൈമറൈസ് ചെയ്യുക, ഒരു പെയറായിട്ട് എക്സിസ്റ്റ് ചെയ്യുക. 2 NO2 മോളിക്യൂൾ ഡൈമറായിട്ട് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മോളിക്കുലർ ഫോമുല എത്രയായിരിക്കും? ആ 2 വെച്ച് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ആൻസറായി. ദാറ്റ് വിൽ ബി N2O4. ഓക്കെ, ഈ കോമ്പൗണ്ട് ബിയിലെ ആൻസർ N2O4 അല്ല ചോദിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് ബിയിൽ എത്ര ബ്രിഡ്ജിൽ ഓക്സിജൻ ഉണ്ട്? അപ്പോൾ അവിടെ എന്തറിഞ്ഞിരിക്കണം? N2O4ൻ്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. ക്ലിയർ? അപ്പോൾ N2O4ൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? N2O4ൽ 2 നൈട്രജൻ. ഓക്കെ, ദെൻ ഇതിൽ നൈട്രജനും സിംഗിൾ ബോണ്ട് ചെയ്യുന്നു. ദെൻ ഒരു നൈട്രജനിലേക്ക് ഓക്സിജൻ ഡബിൾ ബോണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ റിമൈനിങ് വാലൻസി ഓഫ് ഓക്സിജനിൽ ഇനീഷ്യലി 6 ഉണ്ടായിരുന്നു, 2 ബോണ്ട് ചെയ്തു, ബാക്കി വരുന്നത് 4. ഓക്കെ, അതേപോലെ ഇവിടെയും ഡബിൾ ബോണ്ട് ചെയ്തു, ബാക്കി 4. ദെൻ നൈട്രജനിൽ എത്ര റിമൈനിങ് ഇലക്ട്രോൺസ് ഉണ്ട്? നൈട്രജനിൽ എത്ര റിമൈനിങ് ഇലക്ട്രോൺസ്? വാലൻഷ്യൽ 5 ഇലക്ട്രോൺസ് ആണ്. 2 ഓക്സിജനിൽ പോയി, 1 നൈട്രജനായിട്ട് ബോണ്ട് ചെയ്തു, ബാക്കി എത്ര ഉണ്ട്? 2. ആ 2 എന്താണ് ചെയ്യുക? ആ 2 തൊട്ടടുത്ത ഓക്സിജനുമായിട്ട് കോർഡിനേറ്റ് ബോണ്ട് ചെയ്യും. ഓക്കെ, അതേപോലെ ഇവിടെ കോർഡിനേറ്റ് ബോണ്ട് ചെയ്യും. കോർഡിനേറ്റ് ബോണ്ട് ചെയ്യുമ്പോൾ ഇവിടെ ഓക്സിജൻ്റെ റിമൈനിങ് ഇലക്ട്രോൺസ് 6 ഇലക്ട്രോൺസ് തന്നെയാണ്. കാരണം കോർഡിനേറ്റ് ബോണ്ടിൽ ഒരാറ്റം തന്നെയാണ് 2 ഇലക്ട്രോൺസിനെ ബോണ്ടിങ്ങിലേക്ക് ഡൊണേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എത്ര 6 തന്നെ വരും. ക്ലിയർ? അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമ്പർ ഓഫ് ബ്രിഡ്ജഡ് ഓക്സിജൻ ഏതെങ്കിലും ഉണ്ടോ? നൈട്രജൻ അങ്ങനെ ഏതെങ്കിലും ബോണ്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ദാറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ 0 ബ്രിഡ്ജ്ഡ് ഓക്സിജൻ ആണ് ഈ കോമ്പൗണ്ടിലുള്ള കോമ്പൗണ്ട് ബി. കോമ്പൗണ്ട് എ എന്താണെന്ന് അറിയണം, കോമ്പൗണ്ട് ബി എന്താണെന്ന് അറിയണം, ദെൻ കോമ്പൗണ്ട് ബിയുടെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. ഈ 3 കാര്യങ്ങൾ അറിഞ്ഞാലാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ,
ക്ലിയർ ആണോ? അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് റിയാക്ഷൻസ് പഠിച്ചിരിക്കണം. അതുപോലെ സ്ട്രക്ചർ ഷുവറായിട്ടും പഠിച്ചിരിക്കണം. സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു 2 ക്വസ്റ്റ്യൻ ഉറപ്പാണ്. 100%. സ്ട്രക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻ 100% ഷുവറാണ്. ഷുവർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The correct order of melting points of hydrates of group 16 elements. Group 16 elements in the melting point order. Melting point order. എന്താണ് മെൽറ്റിംഗ് പോയിന്റ്? ഏത് സ്റ്റേറ്റിൽ നിന്ന് ഏത് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് മെൽറ്റിംഗ് പോയിന്റ്? പറയാം. ഏത് സ്റ്റേറ്റിൽ നിന്ന് ഏത് സ്റ്റേറ്റിലേക്ക് പോകണം? സോളിഡ് ടു ലിക്വിഡ് ആണോ, ലിക്വിഡ് ടു സോളിഡ് ആണോ, സോളിഡ് ടു ഗ്യാസ് ആണോ? അതായത് ഒരു ബാരിയർ ടെമ്പറേച്ചറാണ്. ഏത് സ്റ്റേറ്റിൽ നിന്ന് ഏത് സ്റ്റേറ്റിലേക്ക് പോകണം? ആ ടെമ്പറേച്ചറിന് മുകളിലാണെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലായിരിക്കും. ആ ടെമ്പറേച്ചറിലാണെങ്കിൽ അത് 2 സ്റ്റേറ്റിലും ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും വരിക. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റിൽ നിന്ന് ഏത് സ്റ്റേറ്റിലേക്ക് പോകണം? സോളിഡ് ടു ലിക്വിഡ് ആണോ, ലിക്വിഡ് ടു സോളിഡ് ആണോ? മെൽറ്റിംഗ് പോയിന്റ് മെൽറ്റ് ചെയ്യുക. അതായത് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യണം? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകണം. സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകണം. മെൽറ്റിംഗ് പോയിന്റ് ടെമ്പറേച്ചറിൽ ഇത് രണ്ടും ഇക്വിലിബ്രിയത്തിലായിരിക്കും. സോളിഡ് ടു ലിക്വിഡും ലിക്വിഡ് ടു സോളിഡും ആയിരിക്കും. എബോവ് മെൽറ്റിംഗ് പോയിന്റ് ആണെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. ബിലോ മെൽറ്റിംഗ് പോയിന്റ് ആണെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. ക്ലിയർ ആണോ? എബോവ് മെൽറ്റിംഗ് പോയിന്റ് ലിക്വിഡ് സ്റ്റേറ്റ്, ബിലോ മെൽറ്റിംഗ് പോയിന്റ് സോളിഡ് സ്റ്റേറ്റ്, ഈക്വൽ ടു മെൽറ്റിംഗ് പോയിന്റ് ഇക്വിലിബ്രിയം. സോളിഡ് ടു ലിക്വിഡും ലിക്വിഡ് ടു സോളിഡും ഉണ്ടാകും. അപ്പോൾ ഇവിടെ നോക്കുക, സോളിഡിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ സോളിഡിൻ്റെ കൈനറ്റിക് എനർജി, ലിക്വിഡിൻ്റെ കൈനറ്റിക് എനർജി ഏതായിരിക്കും കൂടുതൽ? കൈനറ്റിക് എനർജി 1, കൈനറ്റിക് എനർജി 2 കൊടുത്താൽ കൈനറ്റിക് എനർജി 2 ഇസ് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി 1. ലിക്വിഡ് കൈനറ്റിക് എനർജി ഗ്രേറ്റർ ആണ്. ഈ കൈനറ്റിക് എനർജി ഗ്രേറ്റർ ആവണമെങ്കിൽ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇതിലേക്ക് പോകത്തുള്ളൂ, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകത്തുള്ളൂ. ആണല്ലോ. അപ്പോൾ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആണെന്ന് വിചാരിക്കുക. ഹൈലി സ്ട്രോങ് ആണെങ്കിൽ എന്ത് ചെയ്യും? കൂടുതൽ ടെമ്പറേച്ചർ വേണം ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്ത് ലിക്വിഡിലേക്ക് കൊണ്ടുപോകാൻ. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആണെങ്കിൽ കൂടുതൽ ടെമ്പറേച്ചർ വേണം സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ സ്ട്രോങ് ആക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താ? 2 മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. അതിനെ വിളിക്കുന്ന പേര് ദാറ്റ് വിൽ ബി വാൻ ഡെർ വാൾ ഫോഴ്സ്. ക്ലിയർ? അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ആണല്ലോ. അത് സ്ട്രോങ് ആണെങ്കിൽ കൂടുതൽ ടെമ്പറേച്ചർ വേണം ബ്രേക്ക് ചെയ്യാൻ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസിന് വിളിക്കുന്ന പേര് ദാറ്റ് വിൽ ബി വാൻ ഡെർ വാൾ ഫോഴ്സ് ആണല്ലോ. വാൻ ഡെർ വാൾ ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഡിപ്പെൻഡ്സ് ഓൺ സർഫസ് ഏരിയ. സർഫസ് ഏരിയ. സർഫസ് ഏരിയ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മോളിക്കുലാർ മാസ്. അപ്പോൾ മോളിക്കുലാർ മാസ് കൂടിയാൽ സർഫസ് ഏരിയ കൂടും. സർഫസ് ഏരിയ കൂടിയാൽ വാൻ ഡെർ വാൾ ഫോഴ്സ് കൂടും. വാൻ ഡെർ വാൾ ഫോഴ്സ് കൂടിയാൽ കൂടുതൽ ടെമ്പറേച്ചർ വേണം സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ മെൽറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മെൽറ്റിംഗ് പോയിന്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളിക്കുലാർ മാസ്. കാരണം ഇവിടെ മോളിക്കുലാർ മാസ് കൂടുമ്പോൾ സർഫസ് ഏരിയ കൂടും. സർഫസ് ഏരിയ കൂടിയാൽ വാൻ ഡെർ വാൾ ഫോഴ്സ് കൂടും. ഓക്കെ, തീർന്നില്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടി കിടപ്പുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മോളിക്കുലാർ മാസ് കൂടിക്കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് കൂടും. അതൊക്കെ കറക്റ്റാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ്. അത് നമുക്കൊരു വാൻ ഡെർ വാൾ ഫോഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വേണമെങ്കിൽ പെടുത്താം. ഈ ഹൈഡ്രജൻ ബോണ്ട് കൂടിയാലും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് വരും? സ്ട്രോങ് ആയിട്ട് വരും. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടും മെൽറ്റിംഗ് പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ അതും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, ഇപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഓർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കോൺസെപ്റ്റ് അവിടെ നോക്കുക. മോളിക്കുലാർ മാസ് കൂടിയാൽ മെൽറ്റിംഗ് പോയിന്റ് കൂടും. ഹൈഡ്രജൻ ബോണ്ട് കൂടിയാൽ മെൽറ്റിംഗ് പോയിന്റ് കൂടും. അപ്പോൾ ഈ 2 കോൺസെപ്റ്റ് അടുത്തടുത്ത് വരികയാണ്.
രണ്ടെണ്ണം വരുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ആർക്കാണ് ഹയർ പ്രയോറിറ്റി, ആർക്ക് ഹയർ പ്രയോറിറ്റി, ആർക്ക് ലോവർ പ്രയോറിറ്റി. ഇവിടെ ഹയർ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിനായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. ദെൻ സെക്കൻഡ് വേണം മോളിക്കുലാർ മാസ്, സെക്കൻഡ് പ്രയോറിറ്റി. ഇപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഹൈഡ്രജൻ ബോണ്ട് കൂടുതലുള്ളവർക്ക് മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ. സെക്കൻഡ് പ്രയോറിറ്റി മോളിക്കുലാർ മാസ് കൂടുതലുള്ളവർക്ക് മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ. അപ്പോൾ ഇവിടെ H2O, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മോളിക്യൂൾസ് ഒന്നുകൂടെ എഴുതാം. H2O, ദെൻ ഓക്സിജൻ കഴിഞ്ഞാൽ സൾഫർ H2S, ദെൻ H2Se സെലീനിയം, ദെൻ H2T ടെലൂറിയം. ഇതിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഹൈഡ്രജൻ ബോണ്ട് എടുക്കുമ്പോൾ ഹൈഡ്രജൻ ബോണ്ട് വരുന്ന സ്പീഷീസ് ഏതാണ്? ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചൂസ് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഹൈഡ്രജൻ ബോണ്ട് വരുന്നത് എവിടെയാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, ഈ 3 ആറ്റംസുമായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ തൊട്ടടുത്ത മോളിക്യൂൾസിലോ അല്ലെങ്കിൽ വിത്തിൻ ദ മോളിക്യൂളിലോ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ. ഇതിലേതിലാണ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവുക? ഹൈഡ്രജൻ ആരായിട്ട് ബോണ്ട് ചെയ്യണം? ഒന്നുകിൽ ഓക്സിജൻ, നൈട്രജൻ അല്ലെങ്കിൽ ഫ്ലൂറിൻ. ഏതിലാണ് ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത്? ഹൈഡ്രജൻ ബോണ്ട് H2O, H2S, H2SC, H2T, ഏതിലാണ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവുക? യെസ്, വാട്ടർ. കറക്റ്റ്. ബാക്കിയൊന്നിലും ഹൈഡ്രജൻ ബോണ്ട് അവിടെ ഉണ്ടാവില്ല. ഹൈഡ്രജൻ ബോണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് H2. പിന്നെ ആർക്കും ഹൈഡ്രജൻ ബോണ്ട് ഇല്ല. അപ്പോൾ ഇനി ഏതിലേക്ക് പോവുക? മോളിക്കുലാർ മാസ്. അപ്പോൾ രണ്ടാം സ്ഥാനക്കാരൻ ആരാണ്? മോളിക്കുലാർ മാസ് കൂടുതലുള്ള ആരാണ്? ഹൈഡ്രജൻ ബോണ്ട് തീർന്നു. H2O മാത്രമേ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളൂ. അപ്പോൾ ഇനി മോളിക്കുലാർ മാസ് കൂടുതലുള്ള ആളാണ് മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ. രണ്ടാം സ്ഥാനക്കാരൻ ആരാണ്? സൾഫർ ആണോ, സെലീനിയം ആണോ, ടെലൂറിയം ആണോ? മോളിക്കുലാർ മാസ് കൂടുതൽ. ദാറ്റ് വിൽ ബി ഏറ്റവും അവസാനമുള്ളത് ആരാ? ദാറ്റ് വിൽ ബി ടെലൂറിയം, ദെൻ സെലീനിയം, ഏറ്റവും ലാസ്റ്റ് വരിക സൾഫർ. അപ്പം ആൻസർ ഏതാണ്? ഏറ്റവും കൂടുതൽ H2O. കാരണം ഹൈഡ്രജൻ ബോണ്ട് H2Oക്കാണ് ഉള്ളൂ. ഹൈഡ്രജൻ ബോണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി. ദെൻ മോളിക്കുലാർ മാസ് അടുത്ത കോൺസെപ്റ്റ്. ഹൈഡ്രജൻ ബോണ്ട് കഴിഞ്ഞാൽ മോളിക്കുലാർ മാസിലേക്ക് പോവുക. അപ്പോൾ അടുത്ത് വരുന്നത് ആരാണ്? ടെലൂറിയം, ദെൻ സെലീനിയം, ദെൻ ഏറ്റവും ലാസ്റ്റ് H2S. അങ്ങനെ വരുന്ന ഓപ്ഷൻ യെസ്, ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. അമിന, ഓക്കെ, കറക്റ്റ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. മെൽറ്റിംഗ് പോയിന്റ്, മോളിക്കുലാർ മാസ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി ഹൈഡ്രജൻ ബോണ്ട്. ആൻഡ് ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതും കൂടി വേണമെങ്കിൽ നോട്ട് ചെയ്തോളുക. വോളറ്റാലിറ്റി ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് റിലേഷൻഷിപ്പ്. ദാറ്റ് വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്തോളാം. മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഇപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഓർഡർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നേരെ റിവേഴ്സ് ഓർഡർ ആയിരിക്കും എന്ത് വരിക? വോളറ്റാലിറ്റി ഓർഡർ വരിക. അപ്പോൾ അതുപോലത്തെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. Next one, the oxide which contains an odd electron at the nitrogen atom. ഇതിൻ്റെ സ്ട്രക്ചർ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. JEE മെയിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. 2022 ക്വസ്റ്റ്യൻ ആണ്. സ്ട്രക്ചർ നിങ്ങളുടെ ഡയറക്റ്റ് NCERT ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്. ഒരു ടേബിളിൽ. ബോർഡ് എക്സാമിന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും JEEക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർ പഠിച്ചിരിക്കണം. ഒരു 2 ക്വസ്റ്റ്യൻ ഷുവറായിട്ട് വന്നിരിക്കും. N2O, നൈട്രസ് ഓക്സൈഡ്, ഡൈനൈട്രജൻ ഓക്സൈഡ്, ലാഫിംഗ് ഗ്യാസ് എന്നൊക്കെ പറയും. നൈട്രജൻ ഓക്സൈഡിൻ്റെ സ്ട്രക്ചർ 2 നൈട്രജൻ ഉണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്. ദെൻ നൈട്രജൻ ഓക്സിജൻ ഡബിൾ ബോണ്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ 6 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു, ബാക്കി 4 ഇലക്ട്രോൺ. ദെൻ നൈട്രജൻ ഇവിടെ ഡബിൾ ബോണ്ട് ചെയ്തപ്പോൾ ഒരു ഇലക്ട്രോൺ നൈട്രജനിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പം ഇപ്പുറത്ത് നൈട്രജൻ എത്ര വരണം? ഒരെണ്ണം ഗെയിൻ ചെയ്തു. ഇനീഷ്യലി 5 ഇലക്ട്രോൺ. 5 ഇലക്ട്രോണിൽ ഒരെണ്ണം സിംഗിൾ ബോണ്ട് ചെയ്തു.
ദെൻ ബാക്കി വരിക 4 ഇലക്ട്രോൺ. ദെൻ ഇതിൻ്റെ മറ്റൊരു രീതിയിലും സ്ട്രക്ചർ എഴുതാൻ നൈട്രജൻ നൈട്രജൻ ഓക്സിജൻ നൈട്രജൻ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നൈട്രജനിൽ ബാക്കി 2 ഇലക്ട്രോൺ. ദെൻ ഓക്സിജൻ 1 ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 7 ഇലക്ട്രോൺ ആയി. ഇപ്പോൾ സ്റ്റേബിൾ ആവാൻ 1 ഇലക്ട്രോൺ. ഇവിടെ ബാക്കി എത്ര ഇലക്ട്രോൺ വരും? 6 എണ്ണം വരും. ഓക്കെ. ദെൻ ഈ നൈട്രജനിൽ 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പ്ലസ്. ഓക്കെ. ഫസ്റ്റ് വൺ N2 ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ NO2. നൈട്രജനിൽ 5 ഇലക്ട്രോൺ വാലൻസ് ഷെല്ലിൽ ഓക്സിജനുമായിട്ട് ഡബിൾ ബോണ്ട് ചെയ്തു. ഡബിൾ ബോണ്ട് ചെയ്തപ്പോൾ ഓക്സിജനിൽ ഇവിടെ 4 ഇലക്ട്രോൺ. ദെൻ നൈട്രജനിൽ ബാക്കി എത്ര ഇലക്ട്രോൺ? 5 എണ്ണം ഉണ്ടായിരുന്നു, 2 എണ്ണം ബോണ്ട് ചെയ്തു. ബാക്കി 3 എണ്ണം. ആ 3 എണ്ണത്തിൽ 2 എണ്ണം ഒരു ഓക്സിജനിലേക്ക് കോർഡിനേറ്റ് ബോണ്ട് ചെയ്തു. ബാക്കി റിമൈനിങ് 1 ഇലക്ട്രോൺ. ഈ ഓക്സിജനിലേക്ക് കോർഡിനേറ്റ് ബോണ്ട് ചെയ്തപ്പോൾ ഓക്സിജനിൽ ഇനീഷ്യലി എത്രയാണോ അത്രയും തന്നെ ഇലക്ട്രോൺ. കാരണം കോർഡിനേറ്റ് ബോണ്ട് ചെയ്യുമ്പോൾ ഒരാറ്റം തന്നെയാണ് 2 ഇലക്ട്രോണും ഡൊണേറ്റ് ചെയ്യുക. അപ്പോൾ NO2ൻ്റെ സ്ട്രക്ചറായി. ഇപ്പോൾ തന്നെ ആൻസറായി. N2O3 നൈട്രജൻ 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 സിംഗിൾ ബോണ്ട് ചെയ്തു. ദെൻ ഇവിടെ നൈട്രജൻ ഓക്സിജൻ ഡബിൾ ബോണ്ട്, നൈട്രജൻ ഓക്സിജൻ ഡബിൾ ബോണ്ട്. ഇവിടെ 4 ഇലക്ട്രോൺ 4 ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ 2 ഓക്സിജനായി 2 നൈട്രജനായി. ഇനി ഒരു ഓക്സിജനും കൂടി വേണം. ഒരു ഓക്സിജൻ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഓരോ നൈട്രജനിലും ബാക്കി ഇനി എത്ര എണ്ണം ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. ആ 2ൽ ഒരെണ്ണം ഇവിടെ കോർഡിനേറ്റ് ബോണ്ട് ചെയ്തു. ദെൻ ഇവിടെയുള്ള നൈട്രജനിലെ ലോൺ പെയർ അവിടെ തന്നെ വേണം. ഓക്കെ. ഇനി ഓപ്ഷൻ ഡി N2O5 നൈട്രജൻ 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 ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ കൊടുത്തു. ഡബിൾ ബോണ്ട് ഓക്സിജൻ. ബാക്കി 4 ഇലക്ട്രോൺ. ഇവിടെ 4 ഇലക്ട്രോൺ. ദെൻ ഈ നൈട്രജനിൽ ഒരു നൈട്രജൻ ഓക്സിജൻ ബ്രിഡ്ജ് ബോണ്ട് ആയിട്ട് 2 നൈട്രജൻ്റെ ഇടയ്ക്ക് ഒരു ഓക്സിജൻ, ഒരു ബ്രിഡ്ജ് ഓക്സിജൻ ബോണ്ട്. ഇവിടെ ഓക്സിജൻ്റെ ബാക്കി 4 ഇലക്ട്രോൺ. കാരണം ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും സിംഗിൾ ബോണ്ട് കിട്ടി. ബാക്കി 4 ഇലക്ട്രോൺ. ഇനി ഈ നൈട്രജനിൽ എത്ര ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്? ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് 3 എണ്ണം ബോണ്ട് ചെയ്തു. ബാക്കി 2 എണ്ണം. അപ്പോൾ അത് ഓരോന്നും കോർഡിനേറ്റ് ബോണ്ട് ചെയ്യും. ഇവിടെ റിമൈനിങ് ഇലക്ട്രോൺസ് 6 ഇലക്ട്രോൺ. ഇവിടെ 6 ഇലക്ട്രോൺ. ഓക്കെ ആണോ? N2O5 2 നൈട്രജൻ ഉണ്ട്, 5 ഓക്സിജൻ ഉണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ദ ഓക്സൈഡ് വിച്ച് കണ്ടെയ്ൻസ് ഓഡ് ഇലക്ട്രോൺ അറ്റ് ദ നൈട്രജൻ ആറ്റം. നൈട്രജൻ ആറ്റത്തിൽ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നത് ഫസ്റ്റ് സ്ട്രക്ചറിൽ 4 ഇലക്ട്രോൺസ് ആണ്. അടുത്തതിൽ വരുന്നത് 2 ഇലക്ട്രോൺ. അപ്പോൾ N2O അല്ല. ദെൻ NO2ൽ റിമൈനിങ് 1 ഇലക്ട്രോൺ ഉണ്ട്. 1 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആണെന്നാണ് ഞാനും പഠിച്ചിട്ടുള്ളത്, നിങ്ങളും പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ എന്താണ്? NO2. N2O3ലാണെങ്കിൽ ഒരു നൈട്രജനിൽ ഒരു ലോൺ പെയർ ഉണ്ട്, 2 ഇലക്ട്രോൺ. N2O5ലാണെങ്കിൽ നൈട്രജനിലൊന്നും തന്നെ ലോൺ പെയർ ഇല്ല. എല്ലാ ഇലക്ട്രോൺസും ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓക്കെ. ആൻസർ ഇസ് NO2. ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് ഏതിലാണ്? NO2. ഇപ്പോൾ ഈ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് NO2 എന്ത് ചെയ്യും? തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്, ഡൈമറായിട്ട് എക്സിസ്റ്റ് ചെയ്യും. അതായത് 2 NO2 മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറും? 2 NO2 മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് N2O4 മോളിക്യൂളായിട്ട് മാറും. അതായത് ഡൈമറായിട്ട്. അതെങ്ങനെയായിരിക്കും ഡൈമർ സ്ട്രക്ചർ വരിക? 2 NO2 വരയ്ക്കുക, 2 NO2 വരയ്ക്കുന്നു. ഓരോ NO2ലും എന്തുണ്ട്? ഓരോ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇത് തമ്മിൽ എന്ത് ചെയ്യും? ബോണ്ട് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് ഉണ്ടാവും? N2O4 സ്ട്രക്ചർ വരും. ക്ലിയർ ആണ്? അപ്പോൾ NO2ൻ്റെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ N2O4 പറയാം. ഈ N2O4ലേക്ക് ഒരു ഓക്സിജൻ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ N2O5 ആയി. ഓക്കെ. ദെൻ N2O3ൽ എങ്ങനെ ചെയ്യാം? N2O4ൽ നിന്ന് ഒരു ഓക്സിജൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ N2O3. അപ്പോൾ ഓരോ സ്ട്രക്ചറും കണക്റ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തിരിക്കും. ഇതിൽ കണക്റ്റഡ് ആയിട്ട് പഠിക്കാൻ കുറച്ച് വ്യത്യാസമുള്ളത് N2O ആണ്. അത് മാത്രം കൃത്യമായിട്ട് പഠിക്കുക. ബാക്കിയെല്ലാം നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ക്ലിയർ ആണ്? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അഗെയിൻ ഡയറക്റ്റ് NCERT.
ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ജിമെയിലിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ. ഹീറ്റിംഗ് വൈറ്റ് ഫോസ്ഫറസ് വിത്ത് കോൺസെൻട്രേറ്റഡ് NaOH സൊല്യൂഷൻ ഗീവ്സ് മെയിൻലി, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്, വൈറ്റ് ഫോസ്ഫറസ് റിയാക്ട്സ് വിത്ത് NaOH ആൻഡ് വാട്ടർ. ഓക്കെ, ഡയറക്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിലെങ്ങനെ കാണാം, വൈറ്റ് ഫോസ്ഫറസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കിട്ടുന്നത് ഫസ്റ്റ് കോമ്പൗണ്ട് ഈസ് ഫോസ്ഫീൻ ആൻഡ് സെക്കൻഡ് കോമ്പൗണ്ട് ഈസ് സോഡിയം ഹൈപ്പോഫോസ്ഫൈറ്റ്. ഫോസ്ഫീനും സോഡിയം ഹൈപ്പോഫോസ്ഫൈറ്റ്. ഫോസ്ഫീൻ ദറ്റ് ഈസ് PH3 ആണ്. സോഡിയം ഹൈപ്പോഫോസ്ഫൈറ്റ് NaH2PO2 ആണ്. NaH2PO2. ആൻഡ് ഫോസ്ഫീൻ ഒരു പ്രത്യേകതയുണ്ട്, ഇറ്റ്സ് എ ഡ്രാഗോസ് മോളിക്യൂൾ, ഹൈബ്രിഡൈസേഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ PH3 ആൻഡ് NaH2PO2 ഓപ്ഷൻ, യെസ്, ദാറ്റ് ഈസ് ഫോർത്ത് ഓപ്ഷൻ, PH3 ആൻഡ് NaH2PO2, sodium hypophosphate and phosphine. Okay. The next question. Identify the incorrect statement. Correct or incorrect statement എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ അണ്ടർലൈൻ ചെയ്തോളുക. ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ പിന്നീട് വായിക്കുമ്പോൾ തെറ്റിപ്പോകും. അതെപ്പോഴും ഓർത്തിരിക്കുക. ഇൻകറക്റ്റ് ഓർ കറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക. In this molecule, identify the incorrect statement for PCl5 from the following. In the molecule, orbitals of phosphorus are assumed to undergo sp3 dehybridization. PCl5 മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുക. ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ഫോർമുല മെത്തേഡ്, ദാറ്റ് ഈസ് 1/2 V plus M minus Z plus E. V is the number of valence electrons in the central atom. M, number of monovalent atom bonded. വാലൻസി 1 ആയിട്ടുള്ള ആറ്റംസ് എത്രണ്ണം ബോണ്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നുകിൽ ഹൈഡ്രജൻ ആയിരിക്കും അല്ലെങ്കിൽ ഹാലജൻ ആയിരിക്കും. കാരണം ഇതിന് രണ്ടിൻ്റെയാണ് വാലൻസി 1 വരിക. C ചാർജ് ഓഫ് കാറ്റയോൺ, A ചാർജ് ഓഫ് ആനയോൺ. ഇപ്പോൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ 1/2 സെൻട്രൽ ആറ്റം, ഏറ്റവും കുറേ നമ്പറുള്ള ആറ്റം ആയിരിക്കും സെൻട്രൽ ആറ്റം. ഫോസ്ഫറസിൻ്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 15 ആണ് അറ്റോമിക് നമ്പർ. ഇപ്പോൾ എത്ര വരും? 2, 8, 5. ഇപ്പോൾ 5 ഇലക്ട്രോൺസ്. ക്ലോറിൻ മോണോവാലൻ്റ് ആറ്റം ആണോ അല്ലയോ? ക്ലോറിൻ മോണോവാലൻ്റ് ആറ്റം ആണ്, വാലൻസി 1 ആണ്. അങ്ങനെയുള്ള എത്ര ഉണ്ട്? 5. ഇത് കാറ്റയോണും അല്ല അനയോണും അല്ല. അപ്പോൾ സിയും എയും നെഗ്ലക്ട് ചെയ്യാം. 10/2 വരും. 10/2 വന്നാൽ 5 വന്നു കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ 5 ഓർബിറ്റൽ. അപ്പോൾ ഒരു എസ് ഉണ്ടാവും, 3 P ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 3 + 1 4 ആയി, ഒരു ഡിയും കൂടി. ഇപ്പോൾ sp3 ഡീഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, പക്ഷേ ക്വസ്റ്റ്യൻ ഇൻകറക്റ്റാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മെത്തേഡ്, നമ്പർ ഓഫ് സിഗ്മ ബോൺസ് പ്ലസ് ലോൺ പെയർ. ഇപ്പോൾ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ സെക്കൻഡ് മെത്തേഡ്, നമ്പർ ഓഫ് സിഗ്മ ബോൺസ് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർ. ഈ സെക്കൻഡ് മെത്തേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. PCl5 സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്. ട്രയഗണൽ ബൈപിരമിഡലാണ്. എല്ലാ സിംഗിൾ ബോണ്ടും സിഗ്മയാണ്. ലോൺ പെയർ ഇല്ല. അപ്പോൾ 5 + 0 അഗെയിൻ 5 വരും. 5 ഈസ് sp3 ഡീഹൈബ്രിഡൈസേഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡോ സെക്കൻഡ് മെത്തേഡോ യൂസ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്, സ്ട്രക്ചർ അറിയേണ്ട. സെക്കൻഡ് മെത്തേഡ് ആണെങ്കിൽ സ്ട്രക്ചർ അറിഞ്ഞിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്. ദ ജോമെട്രി ഓഫ് PCl5 is trigonal bipyramidal. Correct. PCl5 has 2 axial bonds stronger than 3 equatorial bonds. Already ഞാൻ ഇവിടെ സ്ട്രക്ചർ വരച്ചായിരുന്നു. സ്ട്രക്ചർ ഓഫ് PCl5ൻ്റെ പ്രത്യേകത, സ്ട്രക്ചർ ഓഫ് PCl5ൽ രണ്ട് PCl ബോണ്ട് ലെങ്ത് വളരെ കൂടുതലാണ് ആൻഡ് 3 PCl ബോണ്ട് ലെങ്ത് കുറവാണ്. അപ്പോൾ ഈ 3 ബോണ്ട്സിനെ വിളിക്കാം ഇക്വറ്റോറിയൽ ബോണ്ട്സ്. ദെൻ ഈ ലെങ്ത് കൂടിയ 2 ബോണ്ടിനെ വിളിക്കാം ആക്സിയൽ ബോണ്ട്. എന്തുകൊണ്ടാണ് ആക്സിയൽ ബോണ്ട് അവിടെ ലെങ്ത് കൂടി വരുന്നത്? കൂടി വരാനുള്ള കാരണം അടുത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അല്ലേ?
രണ്ടുപേര് ദൂരെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അടുത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ട്. അടുത്തിരുന്ന എന്താണ് പ്രശ്നം? ഈ 5 പേരും അടുത്തിരുന്ന് കഴിഞ്ഞാൽ അവിടെ ബോണ്ട് പെയർ റിപ്പൽഷൻ കൂടി വരും. ബോണ്ട് പെയർ റിപ്പൽഷൻ കൂടി വരും. ബോണ്ട് പെയർ റിപ്പൽഷൻ കൂടും. ബോണ്ട് പെയർ റിപ്പൽഷൻ കൂടിക്കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കുറയും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ 2 പേരും സ്വയം സാക്രിഫൈസ് ചെയ്ത് ഒന്ന് ദൂരത്തിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ ന്യൂക്ലിയസിൽ നിന്ന് 2 ക്ലോറിൻ ആറ്റംസ് വളരെ ദൂരെയാണ്. ആക്സിയൽ ബോണ്ട് വളരെ ലെങ്ത് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ട്രോങ്ങർ ഏതായിരിക്കും? ന്യൂക്ലിയസിനോട് അടുത്ത് വരുന്നതായിരിക്കും മോർ സ്ട്രോങ്ങർ. ന്യൂക്ലിയസിനോട് ദൂരെ പോകുന്നതോറും സ്ട്രെങ്ത് കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് PCl5 ഹാസ് 2 axial bonds stronger than 3 equatorial bonds. അല്ല, നേരെ റിവേഴ്സ് ആണ്. ബോണ്ട് ലെങ്ത് കൂടുതലാണ് ആക്സിയൽ ബോണ്ടിന്, അപ്പോൾ സ്ട്രെങ്ത് കുറവാണ്. ഇക്വറ്റോറിയൽ ബോണ്ടിനും ബോണ്ട് ലെങ്ത് കുറവാണ്, അപ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ സി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. കുറച്ച് പേര് യെസ് കറക്റ്റ് ആണ്. സഹൽ, വെരി ഗുഡ്. The 3 equatorial bonds of PCl5 lie in a plane. Yes, സെയിം പ്ലെയിൻ ആണ് 3 equatorial bonds അവിടെ ഉള്ളത്. അതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, പക്ഷേ ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ആണ്. ഫോർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസറിലേക്ക് വരിക. ഓക്കെ. അപ്പോൾ ഇതൊരു പി ബ്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചാൽ പി ബ്ലോക്ക് ആണ്, പക്ഷേ ഇതിൻ്റെ കോൺസെപ്റ്റ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിലും ഉണ്ട്. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Again, the gas produced by treating an aqueous solution of ammonium chloride with sodium nitrite. Ammonium chloride molecular formula ammonium NH4. NH4 plus ആണ് അമോണിയം. അതിലേക്ക് Cl മൈനസ് അറ്റാച്ച് ചെയ്യുമ്പോൾ അമോണിയം ക്ലോറൈഡ് ആയി. സോഡിയം നൈട്രൈറ്റ്, സോഡിയം Na, നൈട്രൈറ്റ് NO2. നൈട്രേറ്റ് ആണെങ്കിൽ NO3. അപ്പോൾ അമോണിയം ക്ലോറൈഡും സോഡിയം നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും അക്വസ് സൊല്യൂഷനാണ്. ഓക്കെ. അമോണിയം ക്ലോറൈഡും സോഡിയം നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന കോമ്പൗണ്ട്സ് ഒന്ന് NaCl aqueous ആയിരിക്കും. NaCl aqueous. ഓക്കെ. ആൻഡ് ദ സെക്കൻഡ് കോമ്പൗണ്ട് that will be nitrogen. The second compound will be nitrogen and the third one will be water. ഇതിൽ ഏതാണ് ഗ്യാസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിലുള്ള ഗ്യാസ് ഏതാണ്? ദാറ്റ് വിൽ ബി നൈട്രജൻ. ഡയറക്റ്റ് ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് കോളത്തിൽ ഓക്സൈഡ്സ് തന്നിട്ടുണ്ട്, സെക്കൻഡ് കോളത്തിൽ അതിൻ്റെ നേച്ചർ തന്നിട്ടുണ്ട്. ആസിഡിക് ആണോ, ബേസിക് ആണോ, ആംഫോട്ടറിക് ആണോ, ന്യൂട്രൽ ആണോ. Cl2O7 oxide of chlorine, this one will be acidic oxide. Then Na2O, group 1 metal oxides are basic. Group 1 metal oxides are basic. അതുകൊണ്ട് തന്നെയാണ് അതിനെ ആൽക്കലി മെറ്റൽസ് എന്ന് പേര് വിളിക്കുക. ഗ്രൂപ്പ് 1 മെറ്റൽ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ ആൽക്കലൈൻ ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ആൽക്കലി മെറ്റൽസ് എന്ന് പേര് വിളിക്കാനുള്ള കാരണം. ദെൻ ഗ്രൂപ്പ് 2 ആണെങ്കിൽ അതിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പേര് വിളിക്കും. അതിൻ്റെ കാരണം സെയിം, ഇതിൻ്റെ ഓക്സൈഡ്സ് എക്സെപ്റ്റ് ബെർലിയം ഓക്സൈഡ് ആണെങ്കിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കലി പ്രൊഡ്യൂസ് ചെയ്യും. അതൊരു കോൺസെപ്റ്റ്. പ്ലസ് ഇതെല്ലാം തന്നെ കിട്ടുന്നത് എർത്ത് ക്രസ്റ്റിൽ നിന്നാണ്. ഈ ഓക്സൈഡൊക്കെ എർത്ത് ക്രസ്റ്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈ രണ്ട് കോൺസെപ്റ്റും കൂടി ചേർത്തിട്ടാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുക. ഓക്കെ. ബെർലിയം എക്സെപ്ഷൻ പറയാനുള്ള കാരണം അത് ആംഫോട്ടറിക് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ Na2O ബേസിക് ആണ്. Al2O3 അലൂമിനിയം ഓക്സൈഡ്, ദാറ്റ് വിൽ ബി ആംഫോട്ടറിക്. ആൻഡ് N2O ദാറ്റ് ഈസ് ന്യൂട്രൽ ഓക്സൈഡ്. ഇപ്പോൾ N2Oയുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. നൈട്രജൻ ഓക്സൈഡ്സിൽ N2O ഉണ്ട്, NO ഉണ്ട്, N2O3 ഉണ്ട്, N2O4 ഉണ്ട്, N2O5 ഉണ്ട്, NO2 ഉണ്ട്. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം ന്യൂട്രൽ ഓക്സൈഡാണ്, ബാക്കിയുള്ള എല്ലാം ആസിഡിക് ഓക്സൈഡാണ്. നോട്ട് ചെയ്തോളൂ. ഇപ്പോൾ നൈട്രജൻ്റെ ഓക്സൈഡ്സിൽ N2O നൈട്രജൻ മോണോക്സൈഡ് NO,
ന്യൂട്രൽ ഓക്സൈഡ് ആണ്, ബാക്കിയുള്ള എല്ലാം തന്നെ അസിഡിക് ഓക്സൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ എ വരുന്നത് 4, A4 രണ്ടെണ്ണം വരുന്നുണ്ട്. ആൻഡ് ബി വരുന്നത് 2, യെസ്, ഓപ്ഷൻ ബി. C1 ആണോ? യെസ്, അംഫോട്ടറിക്. D3 N2O ന്യൂട്രൽ, കറക്റ്റ്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ക്ലിയർ? ഓക്കെ, കമൻറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും, വെരി ഗുഡ്. ഓക്കെ, അമംഗ് ദ ഫോളോവിങ് ബേസിക് ഓക്സൈഡ്സ്, ഞാനിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ഇപ്പോൾ പറഞ്ഞ് നിർത്തിയുള്ളൂ അതിൻ്റെ ഒരു മെയിൻ പോയിന്റ്. എന്താണ് അസിഡിക് ഓക്സൈഡ്, എന്താണ് ബേസിക് ഓക്സൈഡ്, എന്താണ് ആംഫോട്ടറിക്? ബേസിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കലി പ്രൊഡ്യൂസ് ചെയ്യും. അസിഡിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആംഫോട്ടറിക് ആണെങ്കിൽ രണ്ടും പ്രൊഡ്യൂസ് ചെയ്യാം, ന്യൂട്രൽ ആണെങ്കിൽ ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ ഒന്നുമായിട്ട് റിയാക്ട് ചെയ്യില്ല. ആംഫോട്ടറിക് ആണെങ്കിൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും, ബേസുമായിട്ട് റിയാക്ട് ചെയ്യും. ന്യൂട്രൽ ആണെങ്കിൽ ഒന്നുമായിട്ട് റിയാക്ട് ചെയ്യില്ല. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആസിഡിക് ഓക്സൈഡ് ആയിരിക്കും, ബേസിക് ഓക്സൈഡ് ആയിരിക്കും? കമൻറ്റ് ചെയ്യാമോ? കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന ഒരു വാട്ടർ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഫോം ചെയ്യും. ആ ലിക്വിഡ് അതിന് പേര് വിളിക്കുന്ന സോഡ വാട്ടർ. ആ സോഡ വാട്ടർ ആസിഡാണോ ബേസ് ആണോ? അല്ല, ആസിഡാണോ ആൽക്കലിയാണോ? ദാറ്റ് ഈസ് H2CO3, കാർബോണിക് ആസിഡ് എന്ന് പറയും, കാർബോണിക് ആസിഡ്. അപ്പോൾ CO2 എന്തായിരിക്കും? ആസിഡിക് ഓക്സൈഡാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഇതിൽ Al2O3 ഓൾറെഡി തൊട്ടുമുമ്പുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞു, എന്താണ്? ആംഫോട്ടറിക്. SO3 സൾഫർ ട്രയോക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ആണ് ഫോം ചെയ്യുക, സൾഫ്യൂരിക് ആസിഡ്. ആൻഡ് സൾഫർ ട്രയോക്സൈഡ് എക്സസ് എമൗണ്ട് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒലിയം ഫോം ചെയ്യും, അതാണ് H2S2O7. ഇവിടെ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഈസ് ആസിഡിക് ഓക്സൈഡ്. ആൻഡ് സിലിക്കൺ ഡയോക്സൈഡ് ഇറ്റ് ഈസ് ഓൾസോ ആസിഡിക് ഓക്സൈഡ്. പിന്നെ ഗ്രൂപ്പ് 2 മെറ്റൽ ഓക്സൈഡ് ആണുള്ളത്, ദാറ്റ് വിൽ ബി ബേസിക്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ സി, ബേസിക് ഓക്സൈഡ്. Al2O3 ആംഫോട്ടറിക്, സൾഫർ ട്രയോക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്യും, എക്സസ് എമൗണ്ട് ആണെങ്കിൽ ഒലിയം ഫോം ചെയ്യും, H2S2O7. ഓക്കെ, സിലിക്കൺ ഡയോക്സൈഡ് ദാറ്റ് ഈസ് അസിഡിക് ഓക്സൈഡ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ ഞാൻ ഓൾറെഡി വരച്ചതാണ്. Among the given oxides of nitrogen N2O, N2O3, N2O4, N2O5, the number of compounds having N single bond N bond, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഏതാണ് നൈട്രജൻ ബോണ്ട് ഉള്ളത്? ഏതാണ് നൈട്രജൻ ബോണ്ട് ഉള്ളത്? എത്ര എണ്ണത്തിനാണ്? സ്ട്രക്ചർ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. N2O നൈട്രസ് ഓക്സൈഡ് അല്ലെങ്കിൽ ലാഫിംഗ് ഗ്യാസ്. N2Oയുടെ സ്ട്രക്ചർ നൈട്രജൻ ഡബിൾ ബോണ്ട് ഓക്സിജൻ, ഇവിടെ 2 ലോൺ പെയർ, പോസിറ്റീവ് ചാർജ്, അഗൈൻ ഇവിടെയും 2 ലോൺ പെയർ നെഗറ്റീവ് ചാർജ്. സെക്കൻഡ് ടൈപ്പ് സ്ട്രക്ചർ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് ഓക്സിജൻ, 6 electrons, minus charge, here plus charge, here 1 lone pair. Then N2O3 നൈട്രജൻ ബോണ്ട് ചെയ്യുന്നു, ഓക്സിജനിലേക്ക് ഡബിൾ ബോണ്ട്, ഇനി ഒരു ഓക്സിജനും കൂടി. ഇപ്പോൾ ഇവിടെ നൈട്രജനിലുള്ള ബാക്കിയുള്ള ലോൺ പെയർ കോർഡിനേറ്റ് ബോണ്ട്. ദെൻ ഇവിടെ നൈട്രജനിൽ ഒരു ലോൺ പെയർ. ഇപ്പോൾ ഇവിടെ 4 എണ്ണം. ഇവിടെ കോർഡിനേറ്റ് ബോണ്ട് ആയതുകൊണ്ട് ഇനീഷ്യലി ഓക്സിജൻ എത്ര എണ്ണം ഉണ്ടോ അത്ര തന്നെ വരും. ഇവിടെയും 4 എണ്ണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് N2O4, ഡൈമർ ഓഫ് NO2. 2 NO2 മോളിക്യൂൾസ് കമ്പൈൻ ചെയ്യുക, ഡബിൾ ബോണ്ട് കോർഡിനേറ്റ് ബോണ്ട്, ഡബിൾ ബോണ്ട് കോർഡിനേറ്റ് ബോണ്ട്. NO2ൽ എന്തുണ്ട്? ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, കമ്പൈൻ ചെയ്യുക. ഇവിടെ 6 ഇലക്ട്രോൺസ്, then ഇവിടെ 4 ഇലക്ട്രോൺസ്. then N2O4ൻ്റെ നൈട്രജനിലേക്ക് ഒരു ഓക്സിജൻ ബ്രിഡ്ജായിട്ട് ബോണ്ട് ചെയ്യുക. N2O4 അറിയാമെങ്കിൽ N2O5 വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? N2O4ൻ്റെ മിഡിലേക്ക് ഒരു ഓക്സിജൻ അങ്ങ് ബോണ്ട് ചെയ്യുക, ഡയറക്റ്റ് ബോണ്ട് ചെയ്യാതെ ഓക്സിജനായിട്ട് ബോണ്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ഓക്സിജൻ, കോർഡിനേറ്റ് ബോണ്ട് ഓക്സിജൻ, കോർഡിനേറ്റ് ബോണ്ട്, ഡബിൾ ബോണ്ട് ഓക്സിജൻ. ഇവിടെ 4 ഇലക്ട്രോൺ, ഇവിടെയും 4 ഇലക്ട്രോൺ,
4, ഇവിടെ 6 ഇലക്ട്രോൺ, ഇവിടെയും 6 ഇലക്ട്രോൺ. ആൻഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നൈട്രജൻ ബോണ്ട് എത്ര എണ്ണം ഉണ്ട്? N2 ഓയിലുണ്ട്, N2O3 N2O4 N2O5 ഇല്ല. അപ്പോൾ തന്നിരിക്കുന്നതിൽ 3 എണ്ണത്തിലുണ്ട്. ആൻസർ ഇസ് ഓപ്ഷൻ സി 3. കറക്റ്റ് ആണ് അമിന, ദീപ്, സഹൽ, വെരി ഗുഡ്. ഇപ്പോൾ സ്ട്രക്ചർ അറിയാമെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ സ്ട്രക്ചർ അറിയില്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞൊരു മോഡൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വരച്ച് നോക്കുക. ഓക്കെ, എഗെയിൻ സ്ട്രക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ സ്ട്രക്ചർ. ഓക്കെ, ദ ഓക്സോ ആസിഡ് ഓഫ് ഫോസ്ഫറസ് that is easily obtained from a reaction of alkali and white phosphorus and has 2 pH bonds. ഫോസ്ഫറസിൻ്റെ ഓക്സോ ആസിഡിൽ 2 pH ബോണ്ടുള്ള ഓക്സോ ആസിഡ് ഏതാണ്? അതാണ് ക്വസ്റ്റ്യൻ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഫോസ്ഫോണിക് ആസിഡ്, ഫോസ്ഫിനിക് ആസിഡ്, പൈറോഫോസ്ഫോറസ് ആസിഡ്, ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ സ്ട്രക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഫോസ്ഫോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫോറസ് ആസിഡിനെയാണ് ഫോസ്ഫോണിക് എന്ന് പറയുക, H3PO3. ഫോസ്ഫിനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫോണിക്കിൽ നിന്ന് ഒരു ഓക്സിജൻ റിമൂവ് ചെയ്യുക. അപ്പം എന്ത് വരും? H3PO2. H3PO3 ഫോസ്ഫോണിക്, H3PO2 ഫോസ്ഫിനിക്. പൈറോഫോസ്ഫോറസ് ആസിഡ് തൊട്ട് മുമ്പ് പറഞ്ഞതാണ് H4P2O5. ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ് H4P2O6. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് പോവാം. ഫസ്റ്റ് വൺ H3PO3. ഞാൻ സ്ട്രക്ചർ അടുത്ത പേജിൽ വരയ്ക്കാം. H3PO3, H3PO2, then H4P2O5, H4P2O6, hypophosphoric acid. H3PO2 അങ്ങനെയുള്ള ടൈപ്പ് ഫോസ്ഫറസ് ആസിഡ് വരയ്ക്കാൻ ആദ്യം സ്കെലറ്റൺ ഓർത്തിരിക്കുക. ഫോസ്ഫറസിലേക്ക് ഡബിൾ ബോണ്ട്, ദെൻ 3 സിംഗിൾ ബോണ്ട്. സ്കെലറ്റൺ, ഡബിൾ ബോണ്ട്, 3 സിംഗിൾ ബോണ്ട്. ഡബിൾ ബോണ്ടിൽ എപ്പോഴും എന്തേ ഉണ്ടാവുള്ളൂ? ഹൈഡ്രജൻ വരും, ഓക്സിജൻ വരും. H3PO3 പിന്നെ ഉള്ളത് ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഇപ്പോൾ ഇവിടെ എപ്പോഴും ഓക്സിജൻ. ഓക്കെ, ഇനി നോക്കുക, ഇനി എത്ര ഓക്സിജൻ ബാക്കിയുണ്ട്? H3PO3 ഇനി ബാക്കി 2 ഓക്സിജൻ ബാക്കിയുണ്ട്. ഓക്സിജൻ ഒരിക്കലും നമുക്ക് സിംഗിൾ ബോണ്ടിലേക്ക് ബോണ്ട് ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പോൾ ഓക്സിജൻ ബോണ്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം എന്തുണ്ടാവണം? ഹൈഡ്രജൻ ഉണ്ടാവും. ഓക്കെ, ഇനി എത്ര ഓക്സിജൻ ഉണ്ട്? 1 ഓക്സിജൻ ബാക്കി. ഓക്സിജൻ കൊടുത്തു, പിന്നെ അതിലേക്ക് ഹൈഡ്രജൻ. ഇപ്പോൾ ഓക്സിജൻ അല്ല ഫില്ല് ചെയ്ത് കഴിഞ്ഞു. 3 ഓക്സിജനായി, 1 ഫോസ്ഫറസ്, 2 ഹൈഡ്രജൻ ആയിട്ടുള്ളൂ. 1 ഹൈഡ്രജനും കൂടി ഉണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യുക? സിംഗിൾ ബോണ്ടിലേക്ക് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ H3PO2 ഇവിടെ 1 ഓക്സിജൻ. ഇനി ബാക്കി എത്ര ഓക്സിജൻ? 2 ഓക്സിജൻ. 2 ഓക്സിജൻ ഉണ്ട്, 1 ബോണ്ട് ചെയ്തു, ബാക്കി 1. ഓക്സിജൻ ഒരിക്കലും സിംഗിൾ ബോണ്ടിലേക്ക് ബോണ്ട് ചെയ്യാൻ പറ്റില്ല. അതവിടെ എപ്പോഴും എന്തുണ്ടാവും? H ഉണ്ടാവും. അപ്പോൾ ഓക്സിജൻ കഴിഞ്ഞു, 2 ഓക്സിജൻ കഴിഞ്ഞു. ഇനി ബാക്കി ഹൈഡ്രജൻ എത്ര എണ്ണം വേണം? 2 വേണം. 1 ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്, അപ്പോൾ ബാക്കി ഇവിടെ 2 ഹൈഡ്രജൻ. ഓക്കെ, H3PO3, H3PO2 സ്ട്രക്ചർ ഓക്കെ ആണോ? സഹൽ കമൻറ്റ് ചെയ്ത് ഫോസ്ഫിനിക് ആസിഡ്. ഓക്കെ, നോക്കാം. H4P2O5. P2O5ൻ്റെ സ്ട്രക്ചർ ഡബിൾ ബോണ്ട് ഓക്സിജൻ, ദെൻ ഇവിടെ ഒരു ഓക്സിജൻ ഫോസ്ഫറസ് ബ്രിഡ്ജ് വരും. ഓക്കെ, ഇതിലേക്കൊരു OH ബോണ്ട്, ദെൻ ഇവിടെ ഒരു ഹൈഡ്രജൻ, ഓക്സിജൻ, OH. 4 ഹൈഡ്രജൻ, 4 ഹൈഡ്രജൻ, 2 ഫോസ്ഫറസ്, 5 ഓക്സിജൻ. 1 2 3 4 5, 5 ഓക്സിജൻ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്ട്രക്ചർ H4P2O6. H4P2O6ൻ്റെ പ്രത്യേകത, അവിടെ ബ്രിഡ്ജ് ഓക്സിജൻ ഉണ്ടാവില്ല, ഡയറക്റ്റ് ഫോസ്ഫറസ് ആയിട്ട് കണക്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രിൻസിപ്പിൾ ഇവിടെ യൂസ് ചെയ്യാം. സ്കെലറ്റൻ ഓർത്തിരിക്കുക, നമ്പർ ഓഫ് ആറ്റംസ് നോക്കി ഫില്ല് ചെയ്യുക. അപ്പോൾ ഡബിൾ ബോണ്ട് വരുമ്പോൾ ഓക്സിജൻ.
ഇനി ബാക്കി ഇനി എത്ര ഓക്സിജൻ? 4 ഓക്സിജൻ. ഇവിടെ 4 ഓക്സിജൻ ഒരിക്കലും ഒറ്റയ്ക്ക് വരില്ല, അവിടെ ഹൈഡ്രജൻ. അപ്പോൾ 4 ഹൈഡ്രജൻ, H4, 2 ഫോസ്ഫറസ്, P2, 6 ഓക്സിജൻ, യെസ്, H4, P2O6. ക്വസ്റ്റ്യൻ എന്താണ്? 2 pH ബോൺസ് ഉള്ളത്, ഓക്കെ, H3, PO2 ഇല്ല, ദാറ്റ് ഈസ് ഫോസ്ഫിനിക് ആസിഡ്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഫോസ്ഫിനിക് ആസിഡ്. ദെൻ ഈ ആസിഡുകൾ എന്തിനാണ് ഓക്സോ ആസിഡ് എന്ന് വിളിക്കുക? എന്താണ് ഈ ഓക്സോ ആസിഡ്? ഓക്സോ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആസിഡുകളെല്ലാം തന്നെ H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. എല്ലാ ആസിഡും H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. എല്ലാ അറീനിയസ് ആസിഡും അല്ലെങ്കിൽ എല്ലാ പ്രോട്ടിക് ആസിഡും H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഈ H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ നിന്നായിരിക്കും, അതായത് OH ഗ്രൂപ്പിൽ നിന്ന്. ക്ലിയർ ആണോ? അപ്പോൾ ഓക്സോ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ നിന്നായിരിക്കും. അതായത് ഈ ഓക്സോ ആസിഡിലുള്ള OH ഗ്രൂപ്പിൽ നിന്നായിരിക്കും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ H3PO3 എത്ര H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യാം? 2 എണ്ണം. 2 OH-ൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ ഓരോ OH-ൽ നിന്ന്, അതേപോലെ ഇവിടെ നിന്ന്, അതേപോലെ ഇവിടെ നിന്ന്. അതിനെയാണ് ഓക്സോ ആസിഡ് എന്ന് വിളിക്കുക. H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ നിന്ന്, അതായത് OH ഗ്രൂപ്പിൽ നിന്ന്. ക്ലിയർ ആണോ? ഓക്കെ ആണോ ഓക്സോ ആസിഡ് എന്ന് പറഞ്ഞത്? അതേപോലെ സൾഫ്യൂരിക് ആസിഡ് ഒരു ഓക്സോ ആസിഡ് ആണോ അല്ലയോ? H2SO4 സ്ട്രക്ചർ വരയ്ക്കാൻ നിങ്ങൾ തന്നെ പറയാ. രണ്ട് ഹൈഡ്രജൻ, 4 ഓക്സിജൻ, അല്ലെങ്കിൽ സൾഫർ ഡബിൾ ബോണ്ട് ഓക്സിജൻ, OH. അപ്പോൾ ഇത് ഓക്സോ ആസിഡ് ആണോ? H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. എത്ര H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും? 2 H+ അയോൺസ്. അതെവിടെ നിന്നാണ്? 2 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ. ഇപ്പോൾ ഇവിടെ ഇത് 2 H+ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓക്സിജൻ മൈനസ്, ഇവിടെ ഓക്സിജൻ മൈനസ്, അപ്പോൾ S 4 ഓക്സിജൻ 2 മൈനസ്, SO4 2 മൈനസും 2 H+ വരും. അപ്പോൾ സൾഫറിൻ്റെ ഒരു ഓക്സോ ആസിഡ് ആണ് എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ്. ക്ലിയർ? അപ്പോൾ അതാണ് ഓക്സോ ആസിഡ് ആൻഡ് ഓക്സോ ആസിഡ് സ്ട്രക്ചർ ഓഫ് ഫോസ്ഫറസ്. ഓക്കെ ആണോ? ദെൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ഇന്റർഹാലജൻ കോമ്പൗണ്ട് formed from the reaction of bromine with excess of fluorine. Bromine excess of fluorine റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് that will be halate compound. Okay, halate interhalogen compound. Direct question ആണ്. And next one, match the following type question ആണ്. molecules തന്നിട്ടുണ്ട് റൈറ്റ് സൈഡിൽ, ഹൈബ്രിഡൈസേഷനും സ്ട്രക്ചർ. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ 4 ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ ആൻസർ മതി. അപ്പോൾ ഓരോന്നിൻ്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാം. ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. H is equal to 1/2 V plus M minus Z plus A. Okay. First one XeO3. H 1/2 xenon, നോബിൾ ഗ്യാസ് എലമെൻ്റ് ആണ്. വാലൻസ് ഷെല്ലിൽ എന്തായിരിക്കും? ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 8 ഇലക്ട്രോൺ. അതാണ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആണ് V. ദെൻ നമ്പർ ഓഫ് മോണോവാലൻ്റ് ആറ്റം, അതായത് എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, എത്ര ഹാലജൻ ആറ്റംസ് ഉണ്ട്. XeO3യിൽ ഹൈഡ്രജനും ഇല്ല, ഹാലജനും ഇല്ല, മോണോവാലൻ്റ് ആറ്റവും ഇല്ല. അപ്പോൾ എമ്മിൻ്റെ വാല്യൂം, സിയുടെ വാല്യൂം, എയുടെ വാല്യൂം നെഗ്ലക്ട് ചെയ്യും. കാരണം കാറ്റയോണും അല്ല ആനിയോണും അല്ല. അപ്പോൾ 8/2 4 വന്ന ഹൈബ്രിഡൈസേഷൻ sp3, 4 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, ഒരു എസും 3 p. അപ്പോൾ ഇവിടെ ആൻസർ XeO3 2 വരും. ദെൻ അടുത്ത XeF2, H is equal to 1/2. വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ. ഫ്ലൂറിൻ മോണോ വാലൻ്റ് ആറ്റമാണ്, അത് 2 എണ്ണം. കാറ്റയോണും അല്ല ആനിയോണും അല്ല. അപ്പോൾ സിയും എയും നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 10/2 ദാറ്റ് ഈസ് 5 വന്നു കഴിഞ്ഞാൽ
sp3 ഇപ്പോൾ 3 4 ദെൻ ഒരു ഓർബിറ്റലും കൂടി ആകുമ്പോൾ 5 sp3d വരുന്നത് യെസ്. ദെൻ COF4 H is equal to 1/2 വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ. വാലൻസി 1 ആയിട്ടുള്ള എത്ര ആറ്റംസ് ബോണ്ട് ചെയ്തിട്ടുണ്ട്? ഓക്സിജൻ വാലൻസി 1 അല്ല 2 ആണ്. ഓക്സിജൻ കളയാം. ഫ്ലൂറിൻ വാലൻസി 1 ആണ്. അങ്ങനെയുള്ള 4 എണ്ണം ഉണ്ട്. ഇപ്പോൾ 12/2 6 വന്നാൽ sp3 ഒരു ഡി ഓർബിറ്റലും കൂടി. ഇപ്പോൾ d2 sp3d2 HCF4 യെസ്. ഇനി അടുത്തത് എന്തായിരിക്കും? അടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്തായിരിക്കണം? sp3d3 ആയിരിക്കണം. അല്ലെങ്കിൽ അതൊന്ന് നമുക്കൊന്ന് ചെയ്തു നോക്കാം. HCF6 H is equal to 1/2 8 plus monovalent atom 6 14/2 7 sp3 ഇപ്പോൾ 3 1 4 ഇനി 3 ഡി ഓർബിറ്റലും കൂടി യെസ് കറക്റ്റ്. അപ്പോൾ ആൻസർ A2 വരുന്ന 2 എണ്ണം ഉണ്ട്. B1 വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. സഹൽ കറക്റ്റ്. വെരി ഗുഡ്. ഇപ്പോൾ ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. Given below are two statements. One is labeled as assertion and other is labeled as reason. Okay. Fluorine forms one oxoacid. Correct ആണ്. ഫ്ലൂറിൻ ഒരേ ഒരു ഓക്സോ ആസിഡേ ഫോം ചെയ്യുള്ളൂ. അതാണ് HOF. ക്ലിയർ. ഇത് ഓക്സോ ആസിഡ് എന്ന് പറയാനുള്ള കാരണം എന്താ? H+ion പ്രൊഡ്യൂസ് ചെയ്യും. അത് ഇതിൽ നിന്നായിരിക്കും? ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ, അതായത് ഒരു OH ഗ്രൂപ്പിൽ. അപ്പോൾ അസേഷൻ ഈ കറക്റ്റ് ആണ്. ഫ്ലൂറിൻ ഹാസ് സ്മോളസ്റ്റ് സൈസ് എമംഗ് ഓൾ ഹാലജൻസ് ആൻഡ് ഈസ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ്. സ്മോൾ സൈസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഒരേ ഒരു ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട് ഒരേ ഒരു ഓക്സോ ആസിഡ് ഫോം ചെയ്യുന്നത്. അതും കറക്റ്റാണ്. അപ്പോൾ അസേഷൻ എയും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ both assertion and reason are correct and R is the correct explanation of assertion. Yes, first option is the correct answer. Okay. And next one, the incorrect statement. Incorrect ennu vannu underline cheya. Underline incorrect. Fluorine is stronger oxidizing agent than chlorine in aqueous solution. Yes, fluorine തന്നെയാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റ്. ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതല്ല നമ്മുടെ ഓപ്ഷൻ. ഓൺ ഹൈഡ്രോളൈസിസ് CLF ഫോംസ് HOCl ആൻഡ് HF, ഹൈപ്പോക്ലോറസ് ആസിഡ്. യെസ്, CLF വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ HOCl-ഉം HF-ഉം ആയിട്ടാണ് ഫോം ചെയ്യുക. ഡയറക്റ്റ് NCERT സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ Cl is more reactive than CLF. Cl is more reactive than CLF. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ അതൊരു ഹാലജൻ മോളിക്യൂളാണ്, X2 എന്ന് പറയുന്നത്. CLF എന്ന് പറഞ്ഞാൽ ഇൻ്റർ ഹാലജൻ മോളിക്യൂളാണ്. അതായത് ആ മോളിക്യൂളിൽ 2 ഡിഫറെൻറ്റ് ഹാലജൻ ആറ്റംസ് ഉണ്ടാവും. അപ്പോൾ 2 ഡിഫറെൻറ്റ് ഹാലജൻ ആറ്റംസ് ഉള്ളതുകൊണ്ട് ഞാനിവിടെ മോളിക്കുലർ ഫോർമുല XX ഡാഷ് എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ X2-ൽ XX ബോണ്ട് ഉണ്ടാവുമല്ലോ. XX ഡാഷിലാണെങ്കിലോ XX ഡാഷ് ബോണ്ട് ഉണ്ടാവുമല്ലോ. ഇതിൽ ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ടിൽ XX ഡാഷ് ബോണ്ട് വളരെ വീക്കായിരിക്കും, XX ബോണ്ട് ആണെങ്കിൽ വളരെ സ്ട്രോങ് ആയിരിക്കും. അതിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്, എക്സെപ്റ്റ് ഫ്ലൂറിൻ. XX ബോണ്ട് വളരെ സ്ട്രോങ് ആണ്, XX ഡാഷ് ബോണ്ട് വളരെ വീക്കാണ്. അപ്പോൾ വീക്ക് വരുന്നതായിരിക്കും എന്ത്? വളരെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് ഹൈലി റിയാക്റ്റീവ് ആകുക. വീക്ക് വരുന്ന ബോണ്ട് വീക്കാവുമ്പോൾ ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് ഹൈലി റിയാക്റ്റീവ് ആകും. അപ്പം അങ്ങനെ വരുമ്പോൾ ക്ലോറിൻ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ CLF എന്നുള്ളത് തെറ്റാണ്. CLF ആണ് മോർ റിയാക്റ്റീവ്. കാരണം ക്ലോറിൻ ഫ്ലൂറിൻ ബോണ്ട് അവിടെ വീക്ക് ബോണ്ടാണ് ആസ് കമ്പയർഡ് ടു ക്ലോറിൻ മോളിക്യൂൾ. ഇവിടെ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ സി. ആൻഡ് ഫ്ലൂറിൻ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ CLF. യെസ്, നേരത്തെ പറഞ്ഞാണ് എക്സെപ്ഷൻ. ഓക്കെ, അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ആണ്. ഇത് കറക്റ്റാണ്. ഇൻകറക്റ്റ് വൺ ഈസ് ഓപ്ഷൻ സി. Then again, structure based question.
മാച്ച് ദ ഫോളോവിങ്. കോമ്പൗണ്ടിൻ്റെ ഫോർമുല ഫസ്റ്റ് കോളം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ലോൺ പെയർസ് കണ്ടുപിടിക്കുക. അപ്പോൾ രണ്ട് രീതി ചെയ്യാം. ഒന്നെങ്കിൽ സ്ട്രക്ചർ വരച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആറ്റത്തിനും എത്ര വാലൻസി ഉണ്ടെന്ന് കണ്ടുപിടിച്ച് അതും ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഫസ്റ്റ് മെത്തേഡ് ഇവിടെ പറയാം. XCF2. ഓക്കെ, സെനോണിൽ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? വാലൻസ് electron of xenon 8. Then valency of fluorine എത്രയാണ്? 1. Number of fluorine atoms എത്ര എണ്ണം ഉണ്ട്? 2. ഓക്കെ, അപ്പോൾ വാലൻസി 1, ഒരു ഇലക്ട്രോൺ വേണം. അങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ലോൺ പേസ് കാണാൻ, അല്ലെങ്കിൽ നമ്പർ ഓഫ് അൺബോണ്ടഡ് ഇലക്ട്രോൺസ് കാണാനായിട്ട് സെൻട്രൽ ആറ്റത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺ ഓഫ് സെൻട്രൽ ആറ്റം മൈനസ് വാലൻസ് ഇലക്ട്രോൺ ഓഫ് സെൻട്രൽ ആറ്റത്തിൽ നിന്ന് വാലൻസി, അതായത് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആറ്റത്തിന് എത്ര ഇലക്ട്രോൺസ് വേണോ അത് സബ്ട്രാക്ട് ചെയ്യും. 2 ഫ്ലൂറിന് 2 ഇലക്ട്രോൺ വേണം, അത് സെൻട്രൽ ആറ്റത്തിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും, വാലൻസ് ഇലക്ട്രോണിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും. അതാണ് കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ valency of substituent atom into number of substituent atom. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ വരയ്ക്കേണ്ട ആവശ്യമില്ല, ഇത്രയേ ഉള്ളൂ. സെൻട്രൽ ആറ്റത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാണെന്ന് നോക്കുക, സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആറ്റത്തിന് മൊത്തം എത്ര വേണം നോക്കുക. ഓക്കെ, അപ്പോൾ വാലൻസ് ഇലക്ട്രോണിൽ നിന്ന് മൊത്തം എത്ര ഇലക്ട്രോൺ ആണോ വേണ്ടത് അത് സബ്ട്രാക്ട് ചെയ്യുക. ബാക്കി വരുന്നത് എന്തായിരിക്കും? അൺബോണ്ടഡ് ഇലക്ട്രോൺസ് ആയിരിക്കും. ക്ലിയർ ആണോ? സ്ട്രക്ചർ പറയാതെ പറഞ്ഞത്. അപ്പോൾ ഓരോന്നായിട്ട് എടുക്കാം. XCF2, സെനോണിൽ 8 ഇലക്ട്രോൺ, ഫ്ലൂറിൻ്റെ വാലൻസി 1 ഇൻറ്റു 2 ഫ്ലൂറിൻ ആറ്റംസ്. അപ്പോൾ ഇവിടെ 6 ഇലക്ട്രോൺസ് ആണ്. 6 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ എത്ര ലോൺ പെയർ? 3 ലോൺ പെയർ. അപ്പോൾ സെനോൺ F2 A 3 വരും. ദെൻ XCO2 F2, സെനോണിൽ 8 എണ്ണം, ഓക്സിജൻ്റെ വാലൻസി 2, അങ്ങനെയുള്ള 2 എണ്ണം ഉണ്ട്. മൈനസ് അഗെയിൻ വാലൻസി ഓഫ് ഫ്ലൂറിൻ 1 ഇൻറ്റു 2, കാരണം 2 ഫ്ലൂറിൻ ആറ്റം. അപ്പോൾ ടോട്ടൽ എത്ര വരും? 4 മൈനസ് 6. ഇപ്പോൾ 8 മൈനസ് 6 ദാറ്റ് ഈസ് 2. എത്ര ലോൺ പെയർ? 1 ലോൺ പെയർ. അപ്പോൾ ഇവിടെ ബി ആൻസർ, ബി കറക്റ്റ് തന്നെ വരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ XCO3 F2, xenon 8 minus oxygen valency 2, number of oxygen 3, minus valency of fluorine 1 into number of fluorine atoms 2. അപ്പോൾ ഇവിടെ 8 മൈനസ് 6 മൈനസ് 2, 8 മൈനസ് 2 0 വരും. 0 ലോൺ പെയർ ഉണ്ടോ? യെസ്. അടുത്ത XCF4. അപ്പോൾ ആൻസർ എത്രയായിരിക്കണം? XCF4 2 ആയിരിക്കണം. നോക്കാം, ചെക്ക് ചെയ്യാം. XCF4 ഇവിടെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനിവിടെ മുകളിൽ എഴുതാം. XCF4 8 minus 1 into 4, that is 4 lone pair, 2 lone pair. Yes, correct. അപ്പോൾ ഇവിടെ ആൻസർ XCF24 രണ്ടെണ്ണം വരുന്നുണ്ട്. A4 B2 വരുന്ന ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് ചെക്ക് ചെയ്യാം. C1 ആണ്. ഓക്കെ, കറക്റ്റ്. D3 കറക്റ്റ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? നമ്പർ ഓഫ് ലോൺ പേസ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following correctly represents the order of stability of oxides X2O? X എന്ന് പറഞ്ഞാൽ ഹാലജൻ ആറ്റം. Stability is
the stability of H2O is directly proportional to size of halogen. H2O compound ആണെങ്കിൽ H2Oയുടെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ഓഫ് ഹാലജൻ ആറ്റം ആയിരിക്കും. അപ്പോൾ ഇവിടെ സൈസ് ഓഫ് ഹാലജൻ ആറ്റം ഏതാണ് വരിക? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇപ്പോൾ അയഡിൻ, ക്ലോറിൻ, ബ്രോമിൻ ആണ് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതലുള്ളത് ഏത് വരും? അയഡിൻ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി. Option C. And one more thing is there: fluorine, chlorine, bromine, iodine. Okay, stability of oxides. The first one is iodine varum, and second one bromine, chlorine compare ചെയ്യുമ്പോൾ അവിടെ second one വരുന്നത് chlorine ആയിരിക്കും, and the third one is bromine. Yes. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് വൺ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഹാലജൻ സാറ്റിസ്ഫൈസ്. പീരിയോഡിക് ടേബിൾ നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണ്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണ്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണ്? ഒരാറ്റം ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് ചാർജുള്ള അയോൺസ് ആയിട്ട് മാറും, ആൻഡ് സം എനർജി ഈസ് റിലീസ്ഡ്, ആൻഡ് ദിസ് എനർജി ഈസ് നോൺ ആസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓർ ഇലക്ട്രോൺ അഫിനിറ്റി. ഓക്കെ, ഈ ഇലക്ട്രോൺ അഫിനിറ്റി ഗ്രൂപ്പിൽ താഴേക്ക് പോകുന്തോറും ഡിക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് വരേണ്ടത് ഏതാണ്? ഫ്ലൂറിൻ ആണ്, അതിനുശേഷം ക്ലോറിൻ, അതിനുശേഷം ബ്രോമിൻ, അതിനുശേഷം അയഡിൻ. പക്ഷേ ഇവിടെ ഫ്ലൂറിൻ, ക്ലോറിൻ കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലൂറിൻ്റെ സൈസ് വളരെ വളരെ കുറവാണ്. ഫ്ലൂറിൻ്റെ സൈസ് വളരെ വളരെ കുറവായതുകൊണ്ട് ഫ്ലൂറിനകത്തുള്ള ഇന്നർ ഓർബിറ്റൽ ഇലക്ട്രോൺ റിപ്പൾഷൻ ഉണ്ടാവും. അതായത് ഫ്ലൂറിൻ ഇവിടെ സൈസ് ഇങ്ങനെ ഇരിക്കുകയാണ്, ഫ്ലൂറിനകത്ത് ഇന്നർ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അകത്തേക്ക് ഒരു ഇലക്ട്രോൺ വരുമ്പോൾ ഈ ഇലക്ട്രോൺസ് തമ്മിലൊരു റിപ്പൾഷൻ വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫ്ലൂറിന് ക്ലോറിനേക്കാൾ കുറവായിട്ട് വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ക്ലോറിൻ വരും, അതിനുശേഷം ഫ്ലൂറിൻ വരും, ദെൻ ബ്രോമിൻ, അയഡിൻ. അപ്പം അങ്ങനെ വരുന്ന ഓപ്ഷൻ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓർഡർ. Next one, the correct order of bond dissociation enthalpy. Bond dissociation enthalpy. Fluorine, chlorine, bromine, iodine. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഫ്ലൂറിൻ ബോണ്ട്, ക്ലോറിൻ ബോണ്ട്, ബ്രോമിൻ ബോണ്ട്, ആൻഡ് അയഡിൻ ബോണ്ട്. ഓക്കെ, ഇവിടെ സെയിം പ്രിൻസിപ്പിൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിൽ വന്ന അതേ പ്രിൻസിപ്പിളാണ് ഇവിടെയും വരുന്നത്. കമ്പാരിറ്റീവ്ലി ഫ്ലൂറിന് ബോണ്ട് എൻതാൽപ്പി കൂടണമായിരുന്നു, പക്ഷേ ഫ്ലൂറിനകത്ത് ഇന്നർ ഓർബിറ്റൽ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ റിപ്പൾഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്ലൂറിൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ക്ലോറിനേക്കാളും ബ്രോമിനേക്കാളും താഴെയായിട്ടായിരിക്കും വരിക. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഓർഡർ വരിക: ഫസ്റ്റ് ക്ലോറിൻ, ദെൻ ബ്രോമിൻ, ദെൻ ഫ്ലൂറിൻ, ദെൻ അയഡിൻ. അങ്ങനെ വരുന്ന ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, and the last one, electron gain enthalpy of fluorine, chlorine, bromine and iodine. Fluorine, chlorine, bromine and iodine respectively are. Electron gain enthalpy order എങ്ങനെയാണ്? ഫസ്റ്റ് ക്ലോറിൻ, ദെൻ ഫ്ലൂറിൻ, ദെൻ ബ്രോമിൻ, ദെൻ അയഡിൻ. അപ്പോൾ ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ ആദ്യത്തെ വാല്യൂ ഫ്ലൂറിൻ്റെ ആണ്, രണ്ടാമത്തെ വാല്യൂ ക്ലോറിൻ്റെ ആണ്, മൂന്നാമത്തെ ബ്രോമിൻ, നാലാമത്തെ അയഡിൻ. അപ്പോൾ ഇവിടെ വാല്യൂസ് നോക്കുക. ആദ്യത്തെ വാല്യൂ, രണ്ടാമത്തെ വാല്യൂ ആയിരിക്കണം ഏറ്റവും വലുത്. അതിനുശേഷം ആദ്യത്തെ വാല്യൂ വരണം, അതിനുശേഷം ബ്രോമിൻ, അതിനുശേഷം അയഡിൻ. ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഏതായിരിക്കും ആൻസർ? സഹൽ കമൻറ്റ് ചെയ്തു എ ആണ് ഓപ്ഷൻ. നോക്കാം.
ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഈ ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി, നെഗറ്റീവ് സൈൻ നോക്കണ്ട. നെഗറ്റീവ് സൈൻ മീൻസ് എനർജി ഈസ് റിലീസ്ഡ്. ഏറ്റവും കൂടുതൽ ക്ലോറിൻ ആണ്. ക്ലോറിൻ ഇവിടെ ഓർഡറിൽ രണ്ടാമതാണ്. അപ്പോൾ ഈ ഓപ്ഷനിൽ എന്ത് ചെയ്യണം? രണ്ടാമത്തെ വാല്യൂ ഏറ്റവും കൂടുതലുള്ളത് സെലക്ട് ചെയ്യണം. രണ്ടാമത്തെ വാല്യൂ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ് ഓപ്ഷനിൽ വരിക? ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ, ഫോർത്ത് ആണോ? ഫസ്റ്റ് ഓപ്ഷനിൽ രണ്ടാമത്തെ വാല്യൂ ഹയസ്റ്റ് ആണ്. സെക്കൻഡ് ഓപ്ഷനിൽ ഫസ്റ്റ് വാല്യൂ ആണ് ഹയസ്റ്റ്. തേർഡ് ഓപ്ഷനിൽ ലാസ്റ്റ് വാല്യൂ ആണ് ഹയസ്റ്റ്. ഫോർത്ത് ഓപ്ഷനിൽ തേർഡ് വാല്യൂ ആണ് ഹയസ്റ്റ്. ഓർഡർ എങ്ങനെയാണ്? ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ക്ലോറിൻ ആണ് ഏറ്റവും കൂടുതൽ, അതിനുശേഷം ഫ്ലോറിൻ, അതിനുശേഷം ബ്രോമിൻ, അതിനുശേഷം അയഡിൻ. അപ്പോൾ അതേതാണ് ഓപ്ഷൻ? ഓക്കെ, സഹൽ അദീബ് കമൻറ്റ് ചെയ്ത് കറക്റ്റാണ്. ആദ്യത്തേത് ഫ്ലൂറിൻ, അതിനുശേഷം ക്ലോറിൻ, അതിനുശേഷം ബ്രോമിൻ, അതിനുശേഷം അയഡിൻ. ഏറ്റവും കൂടുതൽ ക്ലോറിൻ ആണ്, അതിനുശേഷം ഫ്ലൂറിൻ, അതിനുശേഷം ബ്രോമിൻ, അതിനുശേഷം അയഡിൻ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണോ? പി ബ്ലോക്ക് എലമെന്റ്സ്, പി ബ്ലോക്ക് എലമെന്റ്സ് ക്ലിയർ ആണോ? അപ്പോൾ മാക്സിമം എൻ സി ആർ ടിയിലുള്ള നിങ്ങളുടെ കെമിക്കൽ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻഡ് സ്ട്രക്ചർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. ആൻഡ് ഇനോർഗാനിക്കിൻ്റെ പ്രത്യേകത, നമുക്കൊരു പർട്ടിക്കുലർ റൂൾ, ഒരു പർട്ടിക്കുലർ ഫിനോമിന അല്ലെങ്കിൽ പർട്ടിക്കുലർ ലോ നമുക്കൊരു ഇനോർഗാനിക് കോമ്പൗണ്ട്സിൽ അല്ലെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ആപ്ലിക്കബിൾ അല്ല. കാരണം ഒരു ലോ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ട്സിൽ ആപ്ലിക്കബിൾ ആയിരിക്കും, അതിന് എക്സെപ്ഷൻ ഉണ്ടാവും. എക്സെപ്ഷന് തന്നെ എക്സെപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന പോലെ ഒരു ലോ തന്നിരിക്കുന്ന ഒരു കോമൺ ലോ, ആ ലോയിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് പോകും. അതൊന്നും ഇനോർഗാനിക്കിൽ നടക്കില്ല. ഒരു പർട്ടിക്കുലർ ലോ ഉണ്ടാവും, കുറച്ച് കോമ്പൗണ്ട്സിന് ആപ്ലിക്കബിൾ ആയിരിക്കും, അതിന് എക്സെപ്ഷൻസ് ഉണ്ടാവും. എക്സെപ്ഷൻസിന് എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പം അതിനൊക്കെ കൃത്യമായിട്ട് റീസൺസ് ഉണ്ട്. ആ റീസൺസ് ഒക്കെ പഠിച്ച് മുന്നോട്ട് പോയാൽ ഇനോർഗാനിക് വളരെ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് ഒരു ലോ തന്നിട്ട് ആ ലോ ആദ്യം ശരിയാണെന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ അത് തെറ്റാന്ന് പറയും. അപ്പോൾ അതിന് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും, അതിന് പറയാം എക്സെപ്ഷൻ എന്ന് പറയാം. അപ്പം അടുത്ത ഒരു ഇത് എടുക്കുമ്പോൾ ആ എക്സെപ്ഷൻ ഇതിന് വാലിഡ് അല്ല, അപ്പോൾ അതിന് പറയാം അതിന് എക്സെപ്ഷൻ. പക്ഷേ അതിൻ്റെ റീസൺസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എല്ലാത്തിനും റീസൺസ് ഉണ്ട്. ഓക്കെ, റീസൺസ് ഇല്ലാത്ത ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇനോർഗാനിക് നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.